നമസ്കാരം. ഗുഡ് മോർണിംഗ് കേരളം ആരംഭിക്കുകയാണ്. പശ്ചിമേഷ്യയിൽ സംഘർഷം രൂക്ഷമാവുകയാണ്. ഇസ്രയേലിന് നേരെ ഇറാന്റെ ആക്രമണ പരമ്പരയാണ് ഉണ്ടായിരിക്കുന്നത്. വരാനിരിക്കുന്ന ഇറാന്റെ തുടർ ആക്രമണങ്ങളെയും മിസൈൽ നീക്കങ്ങളെയും നേരിടാനും ചെറുക്കാനും ഇസ്രയേൽ പൂർണ്ണമായും ഒരുങ്ങിയതായാണ് വിവരങ്ങൾ വരുന്നത്. അതേസമയം ഇറാനെ ചാരമാക്കുമെന്നാണ് ഇസ്രയേലിന്റെ ഭീഷണി വന്നിരിക്കുന്നത്. അമേരിക്കൻ സേനയും അതീവ ജാഗ്രതയിലാണെന്ന് കേൾക്കുന്നു. അതേസമയം തുടർ ആക്രമണം നടത്തരുതെന്ന് ട്രംപ് ഇസ്രയേലിനോട് ആവശ്യപ്പെട്ടതായും വിവരങ്ങൾ വരുന്നുണ്ട്. ഇനി നമ്മുടെ സംസ്ഥാനത്തേക്ക് വന്നാൽ ഇന്ന് മാസപ്പടി കേസിൽ SFIO കണ്ടെത്തിയ തെളിവുകളുണ്ടല്ലോ, അത് ആവശ്യപ്പെട്ടുകൊണ്ട് ED അപേക്ഷ കൊച്ചി PMLA കോടതി ഇന്ന് പരിഗണിക്കാൻ പോവുകയാണ്. കസ്റ്റഡിയിലെടുത്ത 134 രേഖകൾ വേണമെന്നാണ് ആവശ്യം. വീണയെ ചോദ്യം ചെയ്യും. ആ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കും മുമ്പ് പരമാവധി തെളിവുകൾ ശേഖരിക്കുക എന്നതാണ് EDയുടെ നീക്കം എന്നാണ് അറിയുന്നത്. സംസ്ഥാനത്ത് കനത്ത മഴ തുടരുകയാണ്. അങ്ങനെ ഞായറാഴ്ചയുടെ അലസതയെല്ലാം മാറ്റിവെച്ച് പുതിയൊരു വാർത്താ വാരത്തിലേക്ക് കടക്കുകയാണ് നമ്മൾ. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. ഇസ്രയേലിലേക്ക് ഇറാന്റെ കൂട്ട മിസൈൽ ആക്രമണം. പ്രകോപനമായത് ലെബനനിൽ ഇസ്രയേൽ നടത്തുന്ന സൈനിക നീക്കമെന്ന് ഇറാൻ പാർലമെന്റ് സ്പീക്കർ. അമേരിക്കൻ കേന്ദ്രങ്ങൾ ആക്രമിക്കപ്പെടുമെന്നും മുന്നറിയിപ്പ്. തിരിച്ചടിക്ക് സജ്ജമായി US സേനയും ഇസ്രയേലും. പശ്ചിമേഷ്യ അതീവ ജാഗ്രതയിൽ. സഖ്യകക്ഷികൾ തമ്മിലുള്ള ഭിന്നതകൾക്കിടെ ഇന്ത്യ സഖ്യത്തിന്റെ നിർണായക യോഗം ഇന്ന് ഡൽഹിയിൽ. DMKയും ആം ആദ്മിയും വിട്ടുനിൽക്കും. JMMലും BJP ഡീൽ ആരോപണത്തിൽ CPMലും അതൃപ്തി. മമതാ ബാനർജി പങ്കെടുക്കും. തെരഞ്ഞെടുപ്പ് പരാജയത്തിന് കാരണം ഭരണവിരുദ്ധ വികാരം അല്ലെന്ന് CPM സംസ്ഥാന സമിതി റിപ്പോർട്ട്. ജാതി സമവാക്യവും SIRഉം തിരിച്ചടിച്ചു. തെറ്റുതിരുത്താൻ പ്ലീനം ചേർന്നേക്കില്ല. നേതൃമാറ്റത്തിനും സാധ്യതയില്ല. നേതൃയോഗങ്ങൾ ഇന്ന് സമാപിക്കും. മാസപ്പടി കേസിൽ വീണയ്ക്കെതിരെ SFIO കണ്ടെത്തിയ തെളിവുകൾ ആവശ്യപ്പെട്ടുള്ള ED അപേക്ഷ കൊച്ചി PMLA കോടതി ഇന്ന് പരിഗണിക്കും. സംസ്ഥാനത്ത് 3 ദിവസം കൂടി കനത്ത മഴ തുടരും. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലർട്ട്. മറ്റ് ജില്ലകൾക്ക് യെല്ലോ മുന്നറിയിപ്പ്. ഇടുക്കിയിലെ മലയോര മേഖലയിൽ രാത്രി യാത്രയ്ക്ക് നിരോധനം. വിനോദസഞ്ചാര കേന്ദ്രമായ പൊന്മുടി അടച്ചു. ട്രോളിംഗ് നിരോധനം നാളെ അർദ്ധരാത്രി മുതൽ. ശീതകാല പച്ചക്കറി ഗ്രാമമായ കാന്തല്ലൂരിനെ കൈവിട്ട് കൃഷി വകുപ്പ്. വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട് പ്രൊമോഷൻ കൗൺസിലിന്റെ ഓഫീസ് പൂട്ടി. മാസങ്ങളായിട്ടും നടപടിയില്ല. 6 വർഷം മുമ്പ് സംഭരിച്ച പച്ചക്കറിയുടെ വില പോലും ലഭിക്കാതെ കർഷകർ. സംഭരിച്ച നെല്ലിന്റെ പണം ലഭിക്കാത്തതിനാൽ കൃഷി ഉപേക്ഷിക്കാനൊരുങ്ങി ആലപ്പുഴയിലെ ഒരു കൂട്ടം കർഷകർ. ഇസ്രയേലിലേക്ക് ഇറാന്റെ കനത്ത മിസൈൽ ആക്രമണം. പ്രകോപനമായത് ലെബനനിൽ ഇസ്രയേൽ നടത്തുന്ന സൈനിക നീക്കമെന്ന് ഇറാൻ പാർലമെന്റ് സ്പീക്കർ. മേഖലയിലെ അമേരിക്കൻ കേന്ദ്രങ്ങൾ ആക്രമിക്കപ്പെടുമെന്നും മുന്നറിയിപ്പുണ്ട്. മേഖലയിലെ സുരക്ഷാ സാഹചര്യം കണക്കിലെടുത്ത് പശ്ചിമേഷ്യ അതീവ ജാഗ്രതയിലാണ്. ഏപ്രിലിലെ വെടിനിർത്തലിന് ശേഷം ആദ്യമായാണ് ഇറാൻ നേരിട്ട് ഇസ്രായേലിനെ ലക്ഷ്യമിടുന്നത്. ഏകദേശം 10 ബാലിസ്റ്റിക് മിസൈലുകൾ ഇറാൻ വിക്ഷേപിച്ചതായാണ് റിപ്പോർട്ട്. ഈ മിസൈലുകളെല്ലാം തങ്ങളുടെ പ്രതിരോധ സംവിധാനം ഉപയോഗിച്ച് വിജയകരമായി തകർത്തെന്ന് ഇസ്രായേൽ സൈന്യം അവകാശപ്പെടുന്നു. എന്നാൽ ആക്രമണത്തിന്റെ വ്യാപ്തിയോ ലക്ഷ്യമിട്ട പ്രദേശങ്ങളെക്കുറിച്ചോ കൂടുതൽ വിവരങ്ങൾ പുറത്തുവിട്ടിട്ടില്ല. ഇസ്രായേലിൽ പലയിടങ്ങളിലും സൈറൺ മുഴങ്ങുന്നുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ. മിസൈൽ ആക്രമണത്തിന് പിന്നാലെ പ്രതികരണവുമായി ഇസ്രായേൽ മന്ത്രി ഇറ്റാമാർ ബെൻ ഗിവർ രംഗത്തെത്തി. ഇന്ന് രാത്രി ടെഹ്റാൻ കത്തണമെന്നാണ് അദ്ദേഹം എക്സിൽ കുറിച്ചത്. ലെബനൻ തലസ്ഥാനത്തെ ലക്ഷ്യമിട്ട് ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിന് തിരിച്ചടി ഉണ്ടാകുമെന്ന് ഇറാനിയൻ ഉദ്യോഗസ്ഥർ നേരത്തെ മുന്നറിയിപ്പ് നൽകിയിരുന്നു. അതിന് പിന്നാലെയാണ് ഇറാന്റെ മിസൈൽ ആക്രമണം. സ്ഥിതിഗതികൾ അതീവ സംഘർഷഭരിതമാണെന്നും മേഖലയിൽ കൂടുതൽ സൈനിക ഏറ്റുമുട്ടലുകൾക്ക് സാധ്യതയുണ്ടെന്നും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. മേഖലയിലെ സുരക്ഷാ സാഹചര്യം കണക്കിലെടുത്ത് പശ്ചിമേഷ്യയിൽ അമേരിക്കൻ സേന അതീവ ജാഗ്രതയിലാണ്. ന്യൂസ് ഡെസ്ക് അമൃത TV. പ്രതിപക്ഷ പാർട്ടി കൂട്ടായ്മയായ ഇന്ത്യ സഖ്യത്തിന്റെ യോഗം ഇന്ന് നടക്കും. 23 പാർട്ടികൾ യോഗത്തിൽ പങ്കെടുക്കും. അതേസമയം കോൺഗ്രസ് മുന്നണി മര്യാദ പാലിക്കുന്നില്ലെന്ന വിമർശനവുമായി ജാർഖണ്ഡ് മുക്തി മോർച്ച രംഗത്ത്. കോൺഗ്രസ് ഏകപക്ഷീയമായി രാജ്യസഭാ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തിയതാണ് JMMന്റെ അതൃപ്തിക്ക് കാരണമായത്. യോഗത്തിൽ പങ്കെടുക്കില്ലെന്ന് DMK നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു. ഈ മാസം അവസാനം പാർലമെന്റ് സമ്മേളനം ചേരാനിരിക്കെ പ്രതിപക്ഷ കൂട്ടായ്മ ശക്തിപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടെയാണ് ഡൽഹിയിൽ ഇന്ത്യ മുന്നണി യോഗം വിളിച്ചത്.
എന്നാൽ യോഗത്തിനു മുൻപേ പ്രതിപക്ഷ മുന്നണിക്കുള്ളിൽ പാർട്ടികൾ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസം രൂക്ഷമാവുകയാണ്. കോൺഗ്രസ് നേതൃത്വത്തെ ചോദ്യം ചെയ്തുകൊണ്ട് DMK, CPM, ജാർഖണ്ഡ് മുക്തി മോർച്ച തുടങ്ങിയ പാർട്ടികൾ ഇതിനോടകം പരസ്യമായി രംഗത്തെത്തി. കോൺഗ്രസിനെതിരെ രൂക്ഷ വിമർശനമാണ് ജാർഖണ്ഡ് മുക്തി മോർച്ച ഉന്നയിച്ചത്. മുന്നണി മര്യാദ പാലിച്ചില്ലെന്നാണ് JMMന്റെ വിമർശനം. കോൺഗ്രസ് രാജ്യസഭാ സ്ഥാനാർത്ഥിയെ ഏകപക്ഷീയമായി പ്രഖ്യാപിച്ചതാണ് JMMന്റെ അതൃപ്തിക്ക് കാരണം. CPM BJP ഡീലെന്ന കോൺഗ്രസ് ആരോപണത്തിൽ നിലപാട് വ്യക്തമാക്കണമെന്നാവശ്യപ്പെട്ട് മല്ലികാർജ്ജുന ഖാർഗെയ്ക്ക് CPM ജനറൽ സെക്രട്ടറി MA ബേബി കത്ത് നൽകിയിരുന്നു. പിണറായി വിജയനെ രാഹുൽ ഗാന്ധി അപമാനിച്ചെന്നും ഇന്ത്യ സഖ്യത്തിൻ്റെ പ്രസക്തി നഷ്ടമാവുകയാണെന്നും കത്തിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. പ്രതിപക്ഷ മുന്നണി യോഗത്തിൽ DMK പങ്കെടുക്കില്ലെന്ന് നേരത്തെ തന്നെ MK സ്റ്റാലിൻ വ്യക്തമാക്കിയിരുന്നു. തമിഴ്നാട്ടിൽ സഖ്യം ചേർന്ന് മത്സരിച്ചിട്ടും തെരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ കോൺഗ്രസ് TVKയ്ക്കൊപ്പം ചേർന്നതാണ് DMKയെ ചൊടിപ്പിച്ചത്. എന്നാൽ നേരത്തെ പ്രതിപക്ഷ മുന്നണിയോട് അകലം പാലിച്ചിരുന്ന മമതാ ബാനർജി യോഗത്തിൽ പങ്കെടുക്കും. അമൃത ന്യൂസ്, ന്യൂഡൽഹി. CPM നേതൃയോഗങ്ങൾ ഇന്ന് സമാപിക്കും. ജാതി സമവാക്യവും SIR-ഉമാണ് തെരഞ്ഞെടുപ്പ് പരാജയത്തിന്റെ കാരണമെന്നാണ് CPM-ന്റെ വിലയിരുത്തൽ. ഭരണവിരുദ്ധ വികാരം ഇല്ലെന്നും പാർട്ടി ആവർത്തിച്ച് വ്യക്തമാക്കുന്നു. അണികൾ ആവശ്യപ്പെട്ട നേതൃമാറ്റമോ തെറ്റിദ്ധരുത്തൽ നടപടികൾക്കോ സാധ്യത ഇല്ലെന്നാണ് പുറത്തുവരുന്ന സൂചനകൾ. കൂടുതൽ വിവരങ്ങളുമായി എബി ചേരുകയാണ്. എബി, CPM-ന്റെ നേതൃയോഗങ്ങൾ ഇന്ന് സമാപിക്കുകയാണ്. ആദ്യം സെക്രട്ടേറിയറ്റ് ഉണ്ടായിരുന്നു, പിന്നെ സംസ്ഥാന സമിതി യോഗങ്ങളൊക്കെ 2-3 ദിവസമായിട്ട് തുടരുകയാണ്. അതിന്നിപ്പോൾ സമാപിക്കുന്നു. ഏറ്റവും കൂടുതൽ ഈ തെരഞ്ഞെടുപ്പിലേറ്റ കനത്ത തോൽവി, അതിൻ്റെ കാരണങ്ങൾ അത് തന്നെയാണല്ലോ വിലയിരുത്തിയിട്ടുണ്ടാവുക. എന്താണ് യോഗത്തിൻ്റെ ഒരു വിലയിരുത്തൽ? ഏത് തരത്തിലുള്ള കാരണങ്ങൾ കൊണ്ടാണ് തോൽവി സംഭവിച്ചത്? എന്താണ് പറയുന്നത്? മായ, സെക്രട്ടേറിയറ്റിൻ്റെ റിപ്പോർട്ടാണ് ഇന്നലെ സംസ്ഥാന സമിതിയിലേക്ക് അവതരിപ്പിച്ചത്. സംസ്ഥാന സമിതിയിൽ അവതരിപ്പിച്ച ആ ഒരു റിപ്പോർട്ട്, അതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളാണ് ഇനിയിപ്പോൾ ഇന്നും കൂടി നടക്കാനിരിക്കുന്നത്. ആ നിലയ്ക്ക് ഉള്ള കാര്യങ്ങൾ ഉണ്ടാകും. ഈ റിപ്പോർട്ടിൽ പറയുന്ന പ്രധാനപ്പെട്ട വിഷയങ്ങൾ എന്ന് പറയുന്നത് ഭരണവിരുദ്ധ വികാരം ഉണ്ടായിട്ടില്ല, പക്ഷേ ഭരണതലത്തിൽ ഉണ്ടായിട്ടുള്ള ചില വിഷയങ്ങൾ അത് തോൽവിക്ക് കാരണമായിട്ടുണ്ട് എന്ന് പറയുന്നു. അത് സ്വാഭാവികമായും ഒരിക്കലും CPM ആ നിലയ്ക്ക് തങ്ങൾക്ക് തെറ്റുപറ്റി എന്ന് ഒരിക്കലും സമ്മതിക്കുന്ന ഒരു സംവിധാനം നമുക്ക് ഇതുവരെയും കാണാൻ കഴിഞ്ഞിട്ടില്ല. ഇതിനു മുമ്പും ഇത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ തന്നെ ഉണ്ടായ സമയത്തും അതിനെ ഏതെങ്കിലും വിധത്തിൽ ന്യായീകരിച്ചു കൊണ്ടുവരുന്ന ഒരു നില തന്നെയാണ് കണ്ടിരുന്നത്. ആ നിലയ്ക്ക് തന്നെയുള്ള ഒരു റിപ്പോർട്ട് തന്നെയാണ് ഇപ്പോൾ അവതരിപ്പിക്കപ്പെട്ടിരിക്കുന്നത് എന്നുള്ളതാണ്. പക്ഷേ ഇതിൽ പറഞ്ഞിരിക്കുന്ന പല കാര്യങ്ങളിലും ഈ അണികൾ ഈ കഴിഞ്ഞ ഏരിയ കമ്മിറ്റി വരെയുള്ള യോഗങ്ങളിൽ ഉണ്ടായിട്ടുള്ള വിമർശനങ്ങളെ ഏതാണ്ട് അംഗീകരിക്കുന്ന നിലയിൽ തന്നെയാണ്. പക്ഷേ അത് വ്യക്തമായി പറഞ്ഞു വെക്കുന്നില്ല എന്ന് മാത്രമാണ് നമുക്കിതിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ തളിപ്പറമ്പിലെ ഉൾപ്പെടെ സ്ഥാനാർത്ഥി നിർണയം, അതിൽ ഉൾപ്പെടെ പാളിച്ചകൾ സംഭവിച്ചിട്ടുണ്ട്, ജാഗ്രത കുറവ് ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യം പേരെടുത്ത് പറയാതെ ആ കാര്യങ്ങൾ സൂചിപ്പിക്കുന്നു. ആ നിലയ്ക്കുള്ള വിലയിരുത്തൽ കൂടിയുണ്ട്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ഈ വലിയ പരാജയത്തെക്കുറിച്ച്, അല്ലെങ്കിൽ പാർട്ടിയുടെ സംഘടനാ ദൗർബല്യങ്ങളെക്കുറിച്ച്, സംഘടനാ തലത്തിലുണ്ടായിട്ടുള്ള വീഴ്ചകളെക്കുറിച്ച്, അതിനെ കരുത്തോടു കൂടി തിരിച്ചു കൊണ്ടുവരുന്നതിന് വേണ്ടി പ്ലീനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വിളിച്ചു ചേർക്കണം എന്നുള്ളൊരു ആവശ്യം ഉൾപ്പെടെ ഉയർന്നു വന്നിരുന്നു. പക്ഷേ അതിലൊന്നും തന്നെ ഒരു തരത്തിലുള്ള ധാരണകളോ തീരുമാനങ്ങളോ ഉണ്ടാകാനുള്ള സാധ്യതയില്ല. കാരണം പ്ലീനം വിളിച്ചു ചേർക്കുന്ന കേന്ദ്ര കമ്മിറ്റിക്കാണ് ആ ഒരു തീരുമാനത്തിലേക്ക് ഉണ്ടാവുക. എന്തായാലും ഭരണതലത്തിലുണ്ടായിട്ടുള്ള, അല്ലെങ്കിൽ ഈ 10 വർഷത്തെ ഭരണം അത് ജനങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ദ്രോഹം ഉണ്ടായിട്ടുള്ള ഭരണമല്ല എന്നുള്ള തരത്തിൽ തന്നെയാണ് ഒരു വിലയിരുത്തലുള്ളത്. ഒപ്പം തന്നെ നേതൃത്വത്തിനെതിരെ വലിയ രീതിയിലുള്ള വിമർശനങ്ങളൊക്കെ തന്നെയും ഉണ്ടായിരുന്നു. സംസ്ഥാന സമിതി തന്നെ അത് പുനഃസംഘടിപ്പിക്കണമെന്നുള്ള വിമർശനങ്ങളൊക്കെ തന്നെയും കീഴ്ഘടകങ്ങളിൽ നിന്ന് ഉയർന്നു വരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ അതിലൊന്നും തന്നെ വളരെ വേഗത്തിലൊരു നടപടിയിലേക്ക് കടക്കാനുള്ള സാധ്യത തുലവും തുച്ഛമാണ് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ ഒരു 3 മാസത്തിന് ശേഷം ഇതിൻ്റെ നടപടികളിലേക്ക് കടക്കാനുള്ള ഒരു സാവകാശം കൂടി റിപ്പോർട്ടിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. നേരത്തെ മുഖ്യമന്ത്രി ആയിരുന്ന പിണറായി വിജയനെ പ്രതിപക്ഷ നേതാവാക്കിയതിനെതിരെയൊക്കെ തന്നെ വലിയ രീതിയിലുള്ള വിമർശനങ്ങളൊക്കെ തന്നെ ഉണ്ടായിരുന്നു. അതിൽ ഒരു തീരുമാനം എന്തായാലും എടുത്തിരിക്കുന്നത്, അത് സംസ്ഥാന നേതൃത്വം എടുത്തിരിക്കുന്ന തീരുമാനം, അതിൽ നിന്നൊരു പിന്നോട്ട് പോക്ക് ഉണ്ടാകില്ല എന്നുള്ള കാരണം കൂടി, ഒരു കാര്യം കൂടി അസന്നിഗ്ധമായി തന്നെ പറഞ്ഞു വെക്കുന്നുണ്ട്. അപ്പോൾ ആ നിലയ്ക്ക് ഒരു തരത്തിലുള്ള ഒരു വീണ്ടും വിചാരവും ഉണ്ടാവില്ല. മറിച്ച് പാർട്ടിക്ക്
ഈ ജനങ്ങൾക്കിടയിൽ വലിയ രീതിയിലുള്ള സ്വാധീനം ഒരു ഘട്ടത്തിലുണ്ടായിരുന്നു. പക്ഷേ ഈ കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ പാർട്ടിക്ക് ജനങ്ങൾക്കിടയിലുള്ള സ്വാധീനം കുറഞ്ഞു പോയിട്ടുണ്ട് എന്നുള്ള ഒരു വിലയിരുത്തൽ കൂടി ഉണ്ടാകുന്നുണ്ട്. അതും ഈ നിലയിൽ തന്നെ, അതായത് ഇനിയിപ്പോൾ ഈ സംസ്ഥാന സമിതി യോഗം ഇന്ന് പൂർത്തിയാകും. ഇന്ന് ഈ റിപ്പോർട്ടിന്മേലുള്ള ചർച്ചകൾ നടക്കും. അതിനുശേഷമായിരിക്കും റിപ്പോർട്ട് അംഗീകരിക്കപ്പെടുക. അതിനുശേഷം മാധ്യമങ്ങളെ സംസ്ഥാന സെക്രട്ടറി കാണുന്ന ഒരു നിലയുണ്ടാകും. ആ ഘട്ടത്തിൽ ഇതിനെല്ലാം തന്നെ ഒരു വ്യക്തത വരുത്തുന്ന നിലയും ഉണ്ടാകും. എന്നാൽ ഇതിന് ശേഷം ഒരു 3 മാസ സമയം കൂടി ഈ റിപ്പോർട്ടിൽ ആവശ്യപ്പെടുകയാണ്. കാരണം ഒരു തവണ കൂടി ഇത്തരത്തിൽ കീഴ്ഘടകങ്ങളിലെല്ലാം തന്നെ ഒരു ചർച്ച നടത്തേണ്ടതുണ്ട്. കാരണം വളരെ പ്രധാനപ്പെട്ട ചില ആവശ്യങ്ങൾ തന്നെയാണ് ഉയർത്തിയിരിക്കുന്നത് കീഴ്ഘടകങ്ങൾ. കാരണം നേതൃമാറ്റം ഉൾപ്പെടെയുള്ള പല ആവശ്യങ്ങളും ഉയർത്തുന്ന സാഹചര്യമുണ്ടായിരുന്നു. MP ഗോവിന്ദനെതിരെയും പിണറായി വിജയനെതിരെയും വലിയ രീതിയിലുള്ള വിമർശനങ്ങളൊക്കെ തന്നെ ഉയർത്തുന്ന നിലയുണ്ടായിരുന്നു. അതിലൊന്നും തന്നെ വലിയ രീതിയിലുള്ള ഒരു മാറ്റം ഒരുപക്ഷെ ഉണ്ടാകാനുള്ള സാധ്യത ഇല്ല എന്നതിനാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം പലപ്പോഴും തെറ്റുതിരുത്തും നടപടികൾ കടക്കുകയാണ് തുടങ്ങിയിട്ടുള്ള സൂചനകളൊക്കെ തന്നെ വർത്തമാനത്തിൽ നൽകുമെങ്കിലും ഇതുവരെയും ആ നിലയ്ക്ക് ഒരു തരത്തിലുള്ള ഒരു നടപടികളിലേക്കും കടന്നതിൻ്റെ ഒരു ചരിത്രം CPM-ന് ഇല്ല എന്നതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം. ഒപ്പം തന്നെ ഒരു ഘട്ടത്തിൽ PDP-യുമായൊക്കെ തന്നെ ബന്ധം ഉണ്ടായിരുന്ന സമയത്ത് അന്ന് വലിയ രീതിയിലുള്ള തിരിച്ചടി CPM-ന് നേരിടുന്ന സമയമുണ്ടായിരുന്നു. ആ സമയത്ത് പോലും കൂടെ ഇതിനെ ഏതെങ്കിലും വിധത്തിൽ തെറ്റുപറ്റിയതാണ് എന്നുള്ള ഒരു വിമർശനം ഉയർന്നിട്ടില്ല. എന്നാലും സമാനമായ രീതിയിൽ തന്നെയുള്ള കാര്യങ്ങൾ തന്നെയാണ് ഇപ്പോഴും മുന്നോട്ട് പോകുന്നത്. മായ എബിയാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടത്. CPM-ന്റെ നേതൃയോഗങ്ങൾക്ക് ഇന്ന് സമാപനമാവുകയാണ്. CPM-ന്റെ തോൽവിക്ക്, LDF-ന്റെ തോൽവിക്ക് ഭരണവിരുദ്ധ വികാരം ഒരു കാരണമേ ആയിട്ടില്ല എന്നാണ് അവരുടെ കണ്ടെത്തൽ. സംസ്ഥാനത്ത് കാലവർഷം കനത്തിരിക്കുന്നു. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ്. മറ്റ് ജില്ലകൾക്ക് യെല്ലോ മുന്നറിയിപ്പുമുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി രാകേഷ് ചേരുകയാണ്. രാകേഷ്, സംസ്ഥാനത്ത് മഴ കനക്കുകയാണ്. രാകേഷ്, ഇപ്പോൾ നിൽക്കുന്ന കോഴിക്കോട്ടൊരു അവസ്ഥ എങ്ങനെയാണ്? മഴ ഇപ്പോൾ ഇല്ല എന്ന് തോന്നുന്നു. രാകേഷ്, കുടയൊന്നും പിടിച്ചിട്ടില്ല. മായ സൂചിപ്പിച്ചതുപോലെ തന്നെ കോഴിക്കോട് നഗരത്തിൽ ഇപ്പോൾ തെളിഞ്ഞ കാലാവസ്ഥയാണ്. അതേസമയം തന്നെ കിഴക്കൻ മലയോര മേഖലകളിലൊക്കെ ഇന്നലെ അർദ്ധരാത്രിയും ഇന്ന് പുലർച്ചെയും ഒക്കെ തന്നെ ശക്തമായ മഴ തുടരുന്ന സാഹചര്യമാണ് ഉള്ളത്. നേരത്തെ പറഞ്ഞതുപോലെ കണ്ണൂർ, കാസർഗോഡ്, കോഴിക്കോട് ജില്ലകളിലാണ് ഓറഞ്ച് അലേർട്ട് ഉള്ളത്. മറ്റ് 11 ജില്ലകളിൽ യെല്ലോ അലേർട്ടാണുള്ളത്. ഒപ്പം തന്നെ എടുത്തു പറയേണ്ടത് തൃശ്ശൂർ ഉൾപ്പെടെയുള്ള 7 ജില്ലകളിൽ 3 മണിക്കൂർ സമയത്തേക്ക് ഓറഞ്ച് അലേർട്ടിലേക്ക് മാറുന്ന ഒരു സാഹചര്യവും പറയുന്നുണ്ട്. അതായത് അതിശക്തമായ കാറ്റും മഴയും മിന്നലിനുമുള്ള സാധ്യതയാണ് പറയുന്നത്. അത് വെറും 3 മണിക്കൂറേക്ക് മാത്രമാണ്. നാളെ മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് ഓറഞ്ച് അലേർട്ട് പറയുന്നത്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശ്ശൂർ, പാലക്കാട്, മലപ്പുറം, വയനാട് ജില്ലകളിൽ ഒക്കെ തന്നെ യെല്ലോ അലേർട്ടാണ് ഇന്ന് പറഞ്ഞിരിക്കുന്നത്. മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റ് വീശാനുള്ള സാധ്യതയും പറയുന്നുണ്ട്. തിരുവനന്തപുരത്ത് ഇന്നലെ അർദ്ധരാത്രി മുതൽ തുടരുന്ന മഴ ഇപ്പോഴും തുടരുന്ന സാഹചര്യമുണ്ട്. പൊന്മുടി ഉൾപ്പെടെയുള്ള പ്രധാന ഇത്തരത്തിലുള്ള ഹൈ റേഞ്ചിലെ വിനോദസഞ്ചാര മേഖലകളിലേക്കൊക്കെ തന്നെ യാത്രാ വിലക്കുകളുണ്ട്. അത്തരം വെള്ളച്ചാട്ടം ഉൾപ്പെടെയുള്ള മേഖലകളിലേക്കെല്ലാം തന്നെ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് ജില്ലാ ഭരണകൂടം. ഏതായാലും എല്ലാ ജില്ലകളിലെ ജില്ലാ ഭരണകൂടത്തിനും കൃത്യമായി തന്നെ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അടച്ചുറപ്പുള്ള വീടുകളിൽ താമസിക്കാത്ത ആളുകൾ ഉൾപ്പെടെയുള്ളവർക്ക് സുരക്ഷിതമായ കേന്ദ്രങ്ങളിലേക്ക് മാറുന്നതിനുള്ള സജ്ജീകരണങ്ങൾ ഉൾപ്പെടെ ജില്ലാ ഭരണകൂടം ഏർപ്പെടുത്തിയിട്ടുണ്ട്. 9-ാം തീയതി വരെ മത്സ്യബന്ധനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. കേരളം, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിലാണ് ഇത്തരത്തിൽ മത്സ്യബന്ധനത്തിന് നിരോധനം ഏർപ്പെടുത്തിയിട്ടുള്ളത്. മായ രാകേഷാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. സംസ്ഥാനത്ത് കാലവർഷം കനക്കുകയാണ്. സംസ്ഥാനത്ത് നാളെ അർദ്ധരാത്രി മുതൽ ട്രോളിംഗ് നിരോധനം നിലവിൽ വരും. സമുദ്രത്തിലെ മത്സ്യസമ്പത്ത് സംരക്ഷിക്കാനും മത്സ്യങ്ങളുടെ പ്രജനനകാലത്ത് ആവാസ വ്യവസ്ഥയ്ക്ക് സംരക്ഷണം നൽകാനുമാണ് എല്ലാ വർഷവും ട്രോളിംഗ് നിരോധനം ഏർപ്പെടുത്തുന്നത്. എന്നാൽ പരമ്പരാഗത മത്സ്യബന്ധന യാനങ്ങൾക്കും ഇൻബോർഡ് വള്ളങ്ങൾക്കും നിരോധന കാലത്ത് മത്സ്യബന്ധനം നടത്താം. കടലിലെ മത്സ്യസമ്പത്ത് നിലനിർത്തുന്നതിനും മത്സ്യങ്ങളുടെ പ്രജനനത്തിന് അനുകൂല സാഹചര്യം ഒരുക്കുന്നതിനുമായാണ് സംസ്ഥാനത്ത് 52 ദിവസത്തെ ട്രോളിംഗ് നിരോധനം ഏർപ്പെടുത്തിയിട്ടുള്ളത്. ജൂൺ 9 അർദ്ധരാത്രി മുതൽ ജൂലൈ 31 വരെയാണ് ട്രോളിംഗ് നിരോധനം. യന്ത്രവൽകൃത ബോട്ടുകൾക്കും ട്രോൾ വലകൾ ഉപയോഗിക്കുന്ന വലിയ ബോട്ടുകൾക്കുമാണ് ഈ കാലയളവിൽ കടലിൽ പോകുന്നതിന് വിലക്കുള്ളത്. ട്രോളിംഗ് വഴി കടലിന്റെ അടിത്തട്ടിലെ ആവാസ വ്യവസ്ഥകൾക്ക് നാശമുണ്ടാകുന്നതും ചെറുമീനുകൾ ഉൾപ്പെടെ വലിയ തോതിൽ മത്സ്യങ്ങൾ പിടിക്കപ്പെടുന്നതും മത്സ്യസമ്പത്തിന് തിരിച്ചടിയാകുന്നുവെന്നാണ് വിലയിരുത്തൽ. പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾക്ക് മാത്രമാണ് നിബന്ധനകൾക്ക് വിധേയമായി മത്സ്യബന്ധനത്തിന് അനുമതി. ഇന്ത്യയിലെ ബാക്കി എല്ലാ സംസ്ഥാനങ്ങളിലും ഫിഷിംഗ് ബാനാണ് നടപ്പിലാക്കുന്നത്.
കേരളത്തിൽ മാത്രം അത് 3500ഓളം യന്ത്രവൽകൃത ബോട്ടുകൾക്ക് മാത്രമായി ചുരുക്കിയിരിക്കുകയാണ്. ഇങ്ങനെയാണ് ഒരു ട്രോളിംഗ് നിരോധനം നടപ്പിലാക്കുന്നതെങ്കിൽ ഒരു കാരണവശാലും ഇവിടുത്തെ മത്സ്യസമ്പത്തൊന്നും സംരക്ഷിക്കപ്പെടാൻ പോകുന്നില്ല. ഇങ്ങനെ നടപ്പിലാക്കുന്നതുകൊണ്ടാണ് നമ്മളെ മത്സ്യലഭ്യതയുടെ കാര്യത്തിൽ കേരളം 1ാം സ്ഥാനത്തായിരുന്ന നമ്മൾ ഇന്ന് 3ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടിരിക്കുന്നത്. അനധികൃത മത്സ്യബന്ധനം തടയാനും സുരക്ഷ ഉറപ്പാക്കാനും ഫിഷറീസ് വകുപ്പിന്റെ നേതൃത്വത്തിൽ പ്രത്യേക നിരീക്ഷണവും കൺട്രോൾ റൂമുകളും പ്രവർത്തിക്കും. ട്രോളിംഗ് നിരോധനം ലംഘിക്കുന്നവർക്കെതിരെ കർശനമായ നിയമ നടപടികൾ ഉണ്ടാകും. അതേസമയം ട്രോളിംഗ് നിരോധനം മൂലം ആയിരക്കണക്കിന് തൊഴിലാളികൾക്കും ബോട്ടുടമകൾക്കും വരുമാന നഷ്ടമുണ്ടാകുന്ന സാഹചര്യവുമുണ്ട്. ഈ കാലയളവിൽ മത്സ്യത്തൊഴിലാളികൾക്ക് സർക്കാർ ധനസഹായവും ക്ഷേമ പദ്ധതികളുമാണ് പ്രതീക്ഷ. പക്ഷേ അവയൊന്നും കൃത്യമായി കിട്ടാറില്ലെന്ന പരാതിയും ഉയരുന്നു. മത്സ്യസമ്പത്ത് വർദ്ധിപ്പിക്കുന്നതിന് ട്രോളിംഗ് നിരോധനം അനിവാര്യമാണെന്ന് അംഗീകരിക്കുമ്പോഴും നിരോധന കാലത്ത് തൊഴിലാളികളുടെ ജീവിതം സംരക്ഷിക്കാൻ കൂടുതൽ സഹായ പദ്ധതികൾ വേണമെന്നാണ് തീരദേശവാസികളുടെ ആവശ്യം. ഈ പരാതികൾക്കും ആവശ്യങ്ങൾക്കും നടുവിൽ മത്സ്യസമ്പത്തിന്റെ സംരക്ഷണത്തിനായുള്ള ട്രോളിംഗ് നിരോധനം കടലിന് ആശ്വാസമാകുമ്പോൾ തീരദേശ കുടുംബങ്ങൾക്ക് അത് വറുതിയുടെ ദിനങ്ങളായി മാറും. പ്രദീപ് വാളത്തുങ്കലിനൊപ്പം സുധീഷ്, അമൃത ന്യൂസ്, കൊല്ലം. തെക്കൻ ഫിലിപ്പീൻസിലെ മിൻഡാനാവോ തീരത്ത് അതിശക്തമായ ഭൂചലനം അനുഭവപ്പെട്ടിരിക്കുന്നു. ഇന്തോനേഷ്യ, ഫിലിപ്പീൻസ്, പലാവു, തായ്വാൻ, പാവ ന്യൂ ഗിനിയ എന്നിവിടങ്ങളിൽ സുനാമി മുന്നറിയിപ്പ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഭൂചലനത്തിന്റെ തീവ്രത സംബന്ധിച്ച് വിവിധ ഏജൻസികൾ വ്യത്യസ്ത കണക്കുകളാണ് നൽകുന്നത്. ജർമ്മൻ റിസർച്ച് സെന്റർ ഫോർ ജിയോ സയൻസസിന്റെ കണക്ക് പ്രകാരം റിക്ടർ സ്കെയിലിൽ 8.2 തീവ്രത രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഭൂനിരപ്പിൽ നിന്നും 10 കിലോമീറ്റർ ആഴത്തിലാണ് ഭൂചലനം ഉണ്ടായിരിക്കുന്നത്. ശീതകാല പച്ചക്കറി ഗ്രാമമായ കാന്തല്ലൂരിനെ കൃഷിവകുപ്പ് കൈവിട്ടു. ഇവിടെ VFPCKയുടെ ഓഫീസ് പൂട്ടിയിട്ട് മാസങ്ങളായിരിക്കുന്നു. 6 വർഷം മുമ്പ് സംഭരിച്ച പച്ചക്കറിയുടെ വില പോലും ഹോർട്ടികോപ്പ് കർഷകർക്ക് നൽകിയിട്ടില്ല. കർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന പഴവർഗ്ഗങ്ങൾക്കും പച്ചക്കറികൾക്കും ന്യായവില ഉറപ്പാക്കാനാണ് VFPCK ആരംഭിച്ചത്. എന്നാൽ ശീതകാല പച്ചക്കറി ഗ്രാമമായ കാന്തല്ലൂരിൽ VFPCKയുടെ ഓഫീസ് പൂട്ടിയിട്ട് കാലങ്ങളായി. ഇടുക്കിയിലെ ശീതകാല പച്ചക്കറികൾ പൂർണ്ണമായി ഹോർട്ടികോർപ്പ് മുഖേന സംഭരിക്കാൻ 2017 സർക്കാർ തീരുമാനിച്ചത്. സംഭരിക്കുന്ന പച്ചക്കറികളുടെ വില അതാത് ദിവസം കർഷകർക്ക് നൽകുമെന്നായിരുന്നു പ്രഖ്യാപനം. ഇങ്ങനെ പച്ചക്കറി നൽകിയ കർഷകരാണ് കടക്കണിയിലായത്. VFPCKയുടെ നമുക്ക് ഇപ്പോൾ സാധനം കൊടുത്തിട്ട് പൈസ ഒന്നും കിട്ടിയില്ല. 80,000 രൂപ കിട്ടാറുണ്ട്. 6 വർഷമായിട്ട് ഇതുവരെ കിട്ടിയില്ല. ഇനി ഈ ഭാഗത്ത് തന്നെ 13 ലക്ഷം രൂപ കൊടുക്കാനുണ്ട്. അപ്പോൾ അത് കാരണം ഈ വെളുത്തുള്ളി മാത്രമാണ് ഇവിടെ ചെയ്യുന്നത്. ഇപ്പോൾ വെളുത്തുള്ളിയാണെങ്കിൽ തമിഴ്നാട്ടിൽ കൊണ്ട് വിൽക്കാം. പക്ഷേ ക്യാരറ്റ്, ഉരുളക്കിഴങ്ങ്, ബീൻസ്, കാബേജ് ഇതൊക്കെ സാധനം മേടിച്ചിട്ട് ഇതുവരെ പൈസ ഇവിടെ ഒരുപാട് ആൾക്ക് കിട്ടാറുണ്ട്. 15,000 കിട്ടാറുണ്ട്, 10,000, 20, 30, 80, 75, 125 ഇങ്ങനെ പല പൈസ കൊടുക്കാനുള്ളപ്പോൾ ഇതുവരെ കിട്ടിയില്ല. വട്ടവട, കാന്തല്ലൂർ എന്നിവിടങ്ങളിൽ നിന്നുള്ള പച്ചക്കറികൾ ഹോർട്ടികോർപ്പ് സംഭരിച്ച് VFPCKയുടെ സ്റ്റാളുകൾ വഴി വിറ്റഴിക്കാനായിരുന്നു തീരുമാനം. ഇതിനായി 4 റീജിയണൽ മാനേജർമാർക്ക് ചുമതല നൽകി. എന്നാൽ കാന്തല്ലൂരിൽ VFPCKയുടെ ഓഫീസും സംഭരണ കേന്ദ്രവും പൂട്ടിയിട്ട് മാസങ്ങളായി. VFPCK ഉള്ളപ്പോൾ നമുക്ക് നല്ലപോലെ ചെയ്തുകൊണ്ട് സാധനങ്ങളൊക്കെ കൊടുത്താൽ നമുക്ക് വില കിട്ടിയില്ലെങ്കിൽ പൈസ കുറച്ച് തന്നുകൊണ്ടിരുന്ന. ഇപ്പോൾ ഇടയ്ക്ക് മൊത്തം നിന്നുപോയി. അപ്പോൾ അത് കാരണം വേണ്ടതെന്ന് വെച്ചാൽ ഇപ്പോൾ വെളുത്തുള്ളി മാത്രം ചെയ്തിട്ടുണ്ട്. ഈ വെളുത്തുള്ളി തന്നെ തമിഴ്നാട്ടിലാണ് നമുക്ക് കൊണ്ട് വിൽക്കണേ. വാങ്ങുന്ന അവിടെ, വിൽക്കുന്ന അവിടെ. കേരളത്തിൽ ഒരു സാധനം പോകുന്നില്ല. വിഷരഹിത പച്ചക്കറികൾ ന്യായവിലയ്ക്ക് ജനങ്ങളിൽ എത്തിക്കാനുള്ള പദ്ധതിയാണ് കൃഷിവകുപ്പിന്റെ കെടുകാര്യസ്ഥത മൂലം തകർന്നത്. ഹോർട്ടികോർപ്പിനെ വിശ്വസിച്ച് പച്ചക്കറികൾ നൽകിയ കർഷകർ കടക്കണിയിലുമായി. ഇടനിലക്കാരുടെ ചൂഷണം മൂലം കൃഷി മുന്നോട്ട് കൊണ്ടുപോകാനാകാത്ത അവസ്ഥയിലാണ് ഇപ്പോൾ കാന്തല്ലൂരിലെ കർഷകർ. കാന്തല്ലൂരിൽ നിന്ന് ക്യാമറമാൻ അഭിലാഷ് അലക്സിനൊപ്പം MC ബോബൻ, അമൃത ന്യൂസ്. നെല്ല് സംഭരിച്ചിട്ട് 2 മാസങ്ങൾ പിന്നിട്ടു. സംഭരിച്ച നെല്ലിന്റെ പണം ലഭിക്കാതെ വന്നതോടെ കൃഷി ഉപേക്ഷിക്കാനൊരുങ്ങുകയാണ് ആലപ്പുഴയിലെ ഒരു കൂട്ടം നെൽകർഷകർ. പുന്നപ്ര പാരിക്കാട് പാടശേഖരത്തെ 60ഓളം കർഷകരാണ് നെല്ല് സംഭരണത്തിന്റെ പണത്തിനായി കണ്ണിലെണ്ണയൊഴിച്ച് കാത്തിരിക്കുന്നത്. മാർച്ച് പകുതിയോടെയാണ് 90 ഏക്കറുള്ള ഈ പാടശേഖരത്ത് നിന്ന് പുഞ്ചകൃഷിയുടെ നെല്ല് സംഭരിച്ചത്. പിന്നീട് മെയ് 10 കർഷകർക്ക് PRS എഴുതി നൽകി. SBI, കാനറ എന്നീ ബാങ്കുകളിലേക്കാണ് PRS നൽകിയത്. എന്നാൽ കർഷകർ തങ്ങൾക്ക് ലഭിക്കാനുള്ള പണത്തിനായി ബാങ്കുകൾ കയറി ഇറങ്ങിയിട്ടും ഫലമൊന്നുമില്ല. സംഭരണം നടന്ന് 4 മാസം പിന്നിട്ടിട്ടും 1 രൂപ പോലും ലഭിച്ചിട്ടില്ല. സംഭരിച്ച നെല്ലിന്റെ ഈ പണം ലഭിച്ചാലേ 2ാം കൃഷി തുടങ്ങാനാകൂ എന്ന് കർഷകർ പറയുന്നു. അങ്ങനെ ഞെക്കിപ്പിഴിഞ്ഞ് നമ്മുടെ ചോര എടുത്ത് കുടിക്കുന്നതല്ല, രക്തരക്ഷസായിട്ട് നടക്കുന്ന അവരല്ലാതെ നമ്മൾ ഈ പണിയാളന്മാരെ പോലെ താഴെ കിടക്കുന്നതല്ലാതെ നമുക്ക് കർഷകർക്ക് ഒരു മേൽഗതി കേരളത്തിൽ നിന്നും ഉണ്ടാകുമെന്ന് ഞങ്ങൾക്ക് അറിയാൻ പാടില്ല. ജൂൺ പകുതിയോടെ 2ാം കൃഷി ആരംഭിക്കണം. ഇതിനു മുൻപായി മോട്ടോർ ഉപയോഗിച്ച് വെള്ളം വറ്റിച്ച് നിലമൊരുക്കുന്നതുൾപ്പെടെ നിരവധി മുന്നൊരുക്കങ്ങൾ പൂർത്തിയാക്കണം.
ഇതിന് പണമില്ലാതെ വലയുകയാണ് ഓരോ കർഷകനും. സംഭരിച്ച് മാസങ്ങൾ കഴിഞ്ഞിട്ടും നെല്ലിൻ്റെ പണം ലഭിക്കാതെ വന്നതോടെ കൃഷി ഉപേക്ഷിക്കേണ്ടി വരുമെന്ന നിലപാടിലാണ് കർഷകർ. 2000 രൂപ മണിക്കൂറിന് വാടക നൽകിയാണ് യന്ത്രം ഉപയോഗിച്ച് കൊയ്ത്ത് പൂർത്തിയാക്കിയത്. ഇതുൾപ്പെടെ പുഞ്ചകൃഷിക്ക് കർഷകർ പണം ചിലവാക്കിയത് കടം വാങ്ങിയാണ്. സ്വർണം പണയം വെച്ചും സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിൽ നിന്ന് പലിശയ്ക്ക് പണമെടുത്തുമാണ് പല കർഷകരും കൃഷി ഇറക്കുന്നത്. എന്നാൽ സംഭരിച്ച നെല്ലിൻ്റെ പണം 4 മാസങ്ങൾ കഴിഞ്ഞിട്ടും ലഭിക്കാതെ വന്നതോടെ ഇനി എങ്ങനെ രണ്ടാം കൃഷി ചെയ്യുമെന്ന ആശങ്കയിലാണ് കൃഷി ഉപജീവന മാർഗമായി തിരഞ്ഞെടുത്ത ഈ പാവങ്ങൾ. അമൃത ന്യൂസ്, ആലപ്പുഴ. വേനൽമഴ ലഭിച്ചതോടെ ഇടുക്കിയിലെ കാന്തല്ലൂർ, വട്ടവട മേഖലകളിൽ വെളുത്തുള്ളി കൃഷി ആരംഭിച്ചു. ഏറെ ഔഷധ ഗുണമുള്ള വട്ടവട വെളുത്തുള്ളിക്ക് കേന്ദ്ര സർക്കാരിന്റെ ഭൗമ സൂചികാ പദവി ലഭിച്ചിട്ടുണ്ട്. ഇടുക്കിയിലെ വട്ടവട, കോവിലൂർ, ചിലന്തിയാർ, കാന്തല്ലൂർ തുടങ്ങിയ മേഖലകളിലാണ് വ്യാപകമായി വെളുത്തുള്ളി കൃഷി ആരംഭിച്ചത്. നിലമുഴുത് തട്ടുകളാക്കിയ ശേഷം കഴിഞ്ഞ ദിവസം മുതൽ വിത്തുകൾ പാകി തുടങ്ങി. സാധാരണ ഏപ്രിൽ ആദ്യവാരമാണ് വട്ടവടയിൽ വെളുത്തുള്ളി കൃഷി ആരംഭിക്കുന്നത്. എന്നാൽ ഇത്തവണ വേനൽ മഴ ചതിച്ചതോടെ 1.5 മാസം താമസിച്ചാണ് വിത്തുകൾ പാകിയത്. കഴിഞ്ഞ 4 വർഷമായി വട്ടവട കാന്തല്ലൂർ വെളുത്തുള്ളിക്ക് മികച്ച വില ലഭിക്കുന്നുണ്ട്. ഇതിനാൽ പച്ചക്കറി കൃഷി ഉപേക്ഷിച്ച് ഭൂരിഭാഗം കർഷകരും വെളുത്തുള്ളിയാണ് കൃഷി ചെയ്യുന്നത്. ഇപ്പം കൃഷി നടന്നുള്ളൂ. ഇപ്പം എല്ലാം വിത്ത് നടന്നത് നട്ടിട്ട് പിന്നെ 90 ദിവസം കഴിച്ചിട്ടാണ് എടുക്കുള്ളൂ. ഇപ്പം വില ഇതിനൊക്കെ 350-400 കൊണ്ട് കിലോ വിത്തിന്. പിന്നെ നമ്മൾ എടുക്കുമ്പോൾ ചിലപ്പോൾ 100 രൂപ കിട്ടും, 100 രൂപയാവും, ചിലപ്പോൾ 50 രൂപയും കിട്ടും. ഒന്നും പറയാൻ പറ്റില്ല. ഉണങ്ങിയ വെളുത്തുള്ളിക്ക് 2 വർഷം മുമ്പ് വിപണിയിൽ കിലോയ്ക്ക് 400 മുതൽ 500 രൂപ വരെ ലഭിച്ചിരുന്നു. ഇപ്പോൾ 250 മുതൽ 350 രൂപ വരെയാണ് വില. 3 മാസം കഴിഞ്ഞാൽ വെളുത്തുള്ളിയുടെ വിളവെടുപ്പ് ആരംഭിക്കും. ഇത്തവണയും മെച്ചപ്പെട്ട വില ലഭിക്കും എന്ന പ്രതീക്ഷയിലാണ് കർഷകർ. MC ബോബൻ, അമൃത ന്യൂസ്, ഇടുക്കി. മുഖ്യമന്ത്രി VD സതീശന്റെ ഭരണപരിഷ്കാരങ്ങളിൽ ആദ്യത്തേതായിരുന്നു സെക്രട്ടേറിയറ്റിലെ സമര ഗേറ്റ് എന്നും തുറന്നിടുമെന്നത്. പരിഷ്കാരത്തിന്റെ ഇപ്പോഴത്തെ സ്ഥിതി പരിശോധിച്ചാൽ ഗേറ്റ് തുറന്ന് 20 ദിവസം മാത്രം പിന്നിട്ടിട്ടും ഗേറ്റ് തുറന്നു കിടന്നത് വിരലിൽ എണ്ണാവുന്ന ദിവസമാണ്. കോൺഗ്രസ് മുഖ്യമന്ത്രിയായി മുൻ പ്രതിപക്ഷ നേതാവ് കൂടിയായിരുന്ന VD സതീശൻ അധികാരമേറ്റപ്പോൾ എടുത്ത സുപ്രധാന തീരുമാനങ്ങളിൽ ഒന്നായിരുന്നു സെക്രട്ടേറിയറ്റിലെ സമര ഗേറ്റ് തുറന്നിടുക എന്നത്. ആഘോഷമായി തുറന്ന ഗേറ്റിലൂടെ മുഖ്യമന്ത്രി തന്നെ ആദ്യം ഔദ്യോഗിക വാഹനത്തിൽ പുറത്തേക്ക് പോവുകയും ചെയ്തു. സമരമെത്തുമ്പോൾ മാത്രമായിരിക്കും ഗേറ്റ് അടയ്ക്കുക എന്നായിരുന്നു അന്നത്തെ പ്രഖ്യാപനം. ഏറ്റവും സ്വീകാര്യത ലഭിച്ച തീരുമാനത്തിനും പ്രഖ്യാപനത്തിനും ഒടുവിൽ സമര ഗേറ്റിന്റെ സ്ഥിതി പഴയതു തന്നെ. മുമ്പത്തേതുപോലെ തന്നെ ഗേറ്റ് അടച്ച് 2 നിര ബാരിക്കേഡ് വെച്ച് കയറിട്ട് ബന്ധിച്ചിട്ട് ആഴ്ചകൾ പിന്നിടുന്നു. ഗേറ്റ് തുറന്ന മെയ് 19-ാം തീയതിക്ക് അടുത്ത ദിവസം SFI നടത്തിയ സമരത്തിന് ശേഷം ഗേറ്റ് വീണ്ടും പൂട്ടി. തുടർച്ചയായ സമരങ്ങളുടെ പശ്ചാത്തലത്തിൽ സുരക്ഷാ കാരണങ്ങളാലാണ് പിണറായി സർക്കാർ 10 വർഷം ഗേറ്റ് പൂട്ടിയതെങ്കിൽ അതേ കാരണം തന്നെയാണ് സുരക്ഷാ ഉദ്യോഗസ്ഥർ ഇപ്പോഴും പറയുന്നത്. സമരമെത്തുമ്പോൾ മാത്രം ഗേറ്റ് അടയ്ക്കുമെന്നും അല്ലാത്തപ്പോൾ പൊതുജനങ്ങൾക്കായി തുറന്നിടും എന്നുമുള്ള മുഖ്യമന്ത്രി VD സതീശന്റെ ആദ്യ പരിഷ്കരണത്തിനാണ് ഇതോടെ പൂട്ടുവീണിരിക്കുന്നത്. സമര ഗേറ്റ് എന്നും സമര ഗേറ്റ് തന്നെ, അതിങ്ങനെ അടഞ്ഞു തന്നെ കിടക്കും. അതാണ് അതിൻ്റെ ഒരു ഇത്. ക്യാമറാമാൻ അഭിരാമിനൊപ്പം രജിത് കുമാർ, അമൃത ന്യൂസ്, തിരുവനന്തപുരം. നഴ്സുമാരുടെ സമരത്തിന് ഐക്യദാർഢ്യവുമായി വിവിധ രാഷ്ട്രീയ പാർട്ടികൾ കണ്ണൂരിൽ ഐക്യദാർഢ്യ സദസ്സ് സംഘടിപ്പിച്ചു. വേതന പരിഷ്കരണം ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് നഴ്സുമാരുടെ സമരം. കണ്ണൂർ നഗരത്തിലെ 6 സ്വകാര്യ ആശുപത്രികളിൽ നഴ്സുമാരുടെ മിനിമം വേതനം വർദ്ധിപ്പിക്കുക, തൊഴിലവകാശങ്ങൾ പ്രാബല്യത്തിൽ വരുത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പ്രത്യക്ഷ സമരവുമായി നഴ്സുമാർ രംഗത്തെത്തിയത്.
90% മേലെ മാർക്കുള്ളവർക്ക് മാത്രമേ കേരളത്തിൽ പഠിക്കാനുള്ള ചാൻസ് ഉള്ളൂ. അത്രത്തോളം കഷ്ടപ്പെട്ട് ഞങ്ങളൊരു പ്രൊഫഷണൽ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ നിസ്സാരമായ ഒരു വേതനമാണ് നിൽക്കുന്നത്. ആരോഗ്യ മേഖലയുടെ അണ്ടറിൽ ഞങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ വീണ്ടും ഞങ്ങൾ തൊഴിൽ വകുപ്പിൻ്റെ അണ്ടറിലാണ് വരുന്നത്. തൊഴിൽ വകുപ്പിൻ്റെ അണ്ടറിൽ വരുമ്പോൾ ഞങ്ങൾക്കൊരു നിസ്സാര തുകയാണ് കിട്ടുന്നത്. മാസങ്ങളായി തുടരുന്ന പ്രതിഷേധങ്ങൾക്ക് പിന്തുണയുമായി ഇടതുവലത് രാഷ്ട്രീയ നേതാക്കൾ രംഗത്തെത്തി. ഈ സമരം നഴ്സുമാരുടെ മാത്രം പോരാട്ടമല്ലെന്നും തൊഴിലാളി സമൂഹത്തിന്റെ അവകാശ പോരാട്ടമാണെന്നും നേതാക്കൾ അഭിപ്രായപ്പെട്ടു. വരും ദിവസങ്ങളിലെ ചർച്ചയിൽ ആവശ്യങ്ങൾ അംഗീകരിച്ചില്ലെങ്കിൽ പ്രതിഷേധം കടുപ്പിക്കാനാണ് നഴ്സുമാരുടെ തീരുമാനം. എത്രയും വേഗം സമരം തീരുമെന്നൊരു പ്രതീക്ഷ നഴ്സുമാർ പങ്കുവയ്ക്കുന്നുണ്ട്. മാത്രമല്ല രോഗികളും വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ട് നേരിടുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കടന്നിരിക്കുകയാണ്. മഴക്കാലമെത്തി രോഗങ്ങൾ പകർച്ചവ്യാധികളൊക്കെ കടുക്കുന്ന സാഹചര്യത്തിൽ കൃത്യമായ ഒരു ഇടപെടൽ സർക്കാരിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാവേണ്ടതാണ്. ക്യാമറമാൻ മനോജ് പേരാമ്പ്രയ്ക്കൊപ്പം ജോസഫ് അഗസ്റ്റിൻ, അമൃത ന്യൂസ്, കണ്ണൂർ. പത്തനംതിട്ട കോന്നിയുടെ ഗ്രാമീണ വനമേഖലകൾ അപൂർവ പക്ഷി സമ്പത്തിനാൽ സമൃദ്ധമെന്ന് കണ്ടെത്തൽ. സ്പാരോ നേച്ചർ കൺസർവേഷൻ ഫോറം നടത്തിയ പക്ഷി സർവേയിലാണ് കോന്നി കേന്ദ്രീകരിച്ചുകൊണ്ട് 80ഓളം ഇനം പക്ഷികളെ കണ്ടെത്തിയത്. മേഖലയിൽ മയിലുകളുടെ എണ്ണം വർദ്ധിക്കുന്നത് ആശങ്കാജനകമായ കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ സൂചനയാണെന്നും സർവേ വിലയിരുത്തുന്നു. കോന്നിയുടെ ജൈവ വൈവിധ്യ സമ്പത്തിലേക്ക് വെളിച്ചം വീശുന്നതാണ് സ്പാരോ നേച്ചർ കൺസർവേഷൻ ഫോറത്തിന്റെ നേതൃത്വത്തിൽ നടത്തിയ പക്ഷി സർവേ ഫലം. ജനുവരി മുതൽ മെയ് വരെ അട്ടച്ചാക്കൽ, ചിറ്റാർ, വകയാർ, ചെങ്ങറ തുടങ്ങി കോന്നിയുടെ വിവിധ നാട്ടിൻപുറങ്ങളിൽ നടത്തിയ നിരീക്ഷണത്തിലാണ് 80ഓളം ഇനം പക്ഷികളെ കണ്ടെത്തിയത്. കരിയിലക്കിളി, ഓലഞ്ഞാലി, ചിന്നക്കുട്ടുറുവൻ, കാക്കത്തമ്പുരാട്ടി, ഇരട്ടത്തലച്ചി, വേലിത്തത്ത, മഞ്ഞക്കിളി തുടങ്ങി ഒട്ടുമിക്ക നാട്ടുപക്ഷികളെയും എല്ലാ പ്രദേശങ്ങളിലും വ്യാപകമായി കണ്ടെത്താനായിട്ടുണ്ട്. ഒരു കാലത്ത് അപ്രത്യക്ഷമായെന്ന് കരുതിയ അങ്ങാടിക്കുരുവികളുടെ സാന്നിധ്യവും സർവേയിൽ ശ്രദ്ധേയമായി. എന്നാൽ ബലിക്കാക്കകൾ, ഉപ്പൻ, പരുന്തുകൾ എന്നിവയുടെ എണ്ണത്തിൽ വലിയ കുറവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒപ്പം മേഖലയിൽ മയിലുകളുടെ എണ്ണത്തിലുണ്ടായ വർധനവ് ഗൗരവത്തോടെയാണ് പരിസ്ഥിതി പ്രവർത്തകർ കാണുന്നത്. പ്രദേശത്തെ അന്തരീക്ഷ താപനിലയിലുണ്ടായ ആപൽക്കരമായ വർധനവിന്റെയും കാലാവസ്ഥാ വ്യതിയാനത്തിന്റെയും സൂചനയാണിതെന്ന് സ്പാരോ നേച്ചർ കൺസർവേഷൻ ഫോറം സെക്രട്ടറി ചിറ്റാർ ആനന്ദൻ വ്യക്തമാക്കുന്നു. കോന്നി നമ്മൾ കണ്ടത് ഏകദേശം 80ഓളം ഇനം പക്ഷികളെയാണ് നമ്മൾ കണ്ടത്. അതിൻ്റെ ഒരു പ്രത്യേകത, ഇവിടെ നേരത്തെ ധാരാളം ബലിക്കാക്കകളുണ്ടായിരുന്നു. ആ ബലിക്കാക്കളുടെ കുറവ് നമ്മൾ കണ്ടു. അതുപോലെ വനമേഖലയുമായി ബന്ധപ്പെട്ട ഭാഗത്ത് ഈ പുള്ളിപ്പരുന്ത്, വലിയ പുള്ളിപ്പരുന്ത്, കരിമ്പരുന്ത്, ഈ പുള്ളിപ്പരുന്തിനും കരിമ്പരുന്തിനെയും കാണാനില്ല. നേരെ മറിച്ച് ചെറിയ ചക്കിപ്പരുന്ത്, അതുതന്നെ ഈ ചെറിയ ഇനം പരുന്തുകളുണ്ട്. അത് അട്ടച്ചാക്കൽ ഭാഗത്ത് അച്ചൻകോവിൻ്റെ തീരത്ത് കൂട് വെക്കുന്നുണ്ട്. ഈ വലിയ പരുന്തിന് നാശം എന്ന് പറയുന്ന ഭാവിയിലേക്ക് നമ്മുടെ അന്തരീക്ഷം എത്രമാത്രം മോശമായി ഈ പരിസ്ഥിതി നാശമായിരിക്കുന്നതിൻ്റെ ഒരു ഉദാഹരണമാണ് ഈ പക്ഷികളുടെ ആ നാശമെന്ന് പറയുന്നത്. അവളപ്പാറ കൃഷി, ആ മലയെല്ലാം ഇടിച്ച് നിരത്തി കഴിഞ്ഞു. കൃഷി യൂണിറ്റുകളുടെ ഒരു വലിയ പൂരമാണ് അവിടെ നേരത്തെ എന്ന് പറയും ധാരാളം മരങ്ങളെല്ലാം നിറഞ്ഞ ഒരു പ്രദേശം. ഇന്നവിടെ വലിയ ചൂടാണ്. കോന്നിലെ ഏറ്റവും ചൂടുള്ള ഒരു പ്രദേശം തവളപ്പാറ. അവിടെയാണ് മയിൽ, ഇന്ന് ഏറ്റവും കൂടുതലുള്ള മയിൽ ഉള്ളത് അവിടെയാണ്. ജലാശയങ്ങളിലും നദീതീരങ്ങളിലും മീൻകൊത്തിച്ചാത്തൻ, നീലപ്പൊന്മാൻ, നീർക്കാക്കകൾ എന്നിവയെയും വയൽപ്രദേശങ്ങളിൽ കുളക്കൊക്ക്, കാലിമുണ്ടി, ചാരമുണ്ടി, നീലക്കോഴി എന്നിവയെയും കണ്ടെത്തി. വനമേഖലയോട് ചേർന്ന ഭാഗങ്ങളിൽ കോഴിവേഴാമ്പൽ, കാട്ടുകോഴി എന്നിവയ്ക്കൊപ്പം അപൂർവ ഇനങ്ങളായ കാട്ടുമൈന, ചെമ്പുകൊട്ടി, ഇണങ്ങാത്തേവൻ, ലളിതക്കിളി, തീച്ചിന്നൻ, വെള്ളിമൂങ്ങ എന്നിവയുടെ സാന്നിധ്യവും സ്ഥിരീകരിച്ചു. സർവേയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കണ്ടെത്തൽ ഇന്റർനാഷണൽ യൂണിയൻ ഫോർ ദ കൺസർവേഷൻ ഓഫ് നേച്ചറിന്റെ റെഡ് ലിസ്റ്റിൽ ഉൾപ്പെട്ട വംശനാശ ഭീഷണി നേരിടുന്ന വലിയ പുള്ളിപ്പരുന്തിന്റെ സാന്നിധ്യമാണ്. കോന്നിയുടെ കാടുകളും നാട്ടിൻപുറങ്ങളും ഇന്നും അപൂർവ ജീവജാലങ്ങൾക്ക് സുരക്ഷിത താവളമാണെന്ന് തെളിയിക്കുന്നതാണ് ഈ സർവേ ഫലം. അമൃത ന്യൂസ്, പത്തനംതിട്ട. പായൽ കയറി മാലിന്യങ്ങൾ നിറഞ്ഞ് സംരക്ഷണ വേലി പോലും ഇല്ലാതെ അപകടക്കെണിയിലായി മാറിയിരിക്കുകയാണ് ഒരു തണ്ണീർത്തടം. കൊല്ലം പെരിനാട് ഗ്രാമപഞ്ചായത്തിലെ 17-ാം വാർഡിലുള്ള നെല്ലിപ്പണയിൽ കുളമാണ് പ്രദേശവാസികളുടെ ആശങ്കയ്ക്ക് കാരണം. മുമ്പ് കൃഷിക്ക് ജീവജലമായിരുന്ന ഈ കുളം ഇന്ന് അപകട ഭീഷണിയും ആരോഗ്യ പ്രശ്നങ്ങളും ഉയർത്തുന്ന നിലയിലാണ് ഉള്ളത്. മഴ ശക്തമായതോടെ പായലും മാലിന്യവും നിറഞ്ഞ് അവഗണനയുടെ പ്രതീകമായി മാറിയിരിക്കുകയാണ് പെരിനാട് ഗ്രാമപഞ്ചായത്തിലെ 17-ാം വാർഡിലുള്ള നെല്ലിപ്പണയിൽ കുളം. വർഷങ്ങൾക്ക് മുമ്പ് പെരിനാട് ഏലായിലെ കൃഷി ആവശ്യങ്ങൾക്കായി ഈ കുളത്തിലെ ജലമാണ് ഉപയോഗിച്ചിരുന്നത്. ഏല സംരക്ഷണ സമിതിയുടെയും കൃഷിവകുപ്പിന്റെയും നേതൃത്വത്തിൽ സ്ഥാപിച്ച പമ്പ് വഴി കുളത്തിലെ ജലം കൃഷിയിടങ്ങളിലേക്ക് വിതരണം ചെയ്യുകയും ചെയ്തിരുന്നു. എന്നാൽ പമ്പിന്റെ പ്രവർത്തനം നിലച്ചതോടെ കുളം പൂർണ്ണമായും അവഗണിക്കപ്പെട്ടു. പായലും മാലിന്യവും കുന്നുകൂടി ജലാശയത്തിന്റെ സ്വാഭാവിക അവസ്ഥ തന്നെ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. മുൻപ് ഒരു കുട്ടി ഉൾപ്പെടെ 2 പേർ കുളത്തിൽ മുങ്ങിമരിച്ചതായും നാട്ടുകാർ പറയുന്നു.
ഏകദേശം 15 അടി താഴ്ചയുള്ള കുളത്തിന് സുരക്ഷ ഉറപ്പാക്കാൻ പഞ്ചായത്ത് സംരക്ഷണ വേലി സ്ഥാപിച്ചിരുന്നെങ്കിലും കാലക്രമേണ അത് തകർന്ന് നശിച്ചു. കൊച്ചു പിള്ളേരൊന്നും കുറേ പിള്ളേരൊന്നും മീൻ പിടിക്കുന്നുണ്ട് ഒരുപാട്. കാലത്ത് എറ്റി അതിനകത്ത് പോയി കഴിഞ്ഞാൽ എടുക്കാനൊക്കത്തില്ല. അപ്പോൾ ഒരു വേലിയോ എന്തെങ്കിലും വെച്ച് മറിച്ചിടണം. അടുത്തൊരു അംഗനവാടി ഉണ്ട്, വരുന്ന കൊച്ചുകളെല്ലാവരും അങ്ങ് എത്തിക്കിടന്നെല്ലാം നോക്കി എടുക്കുകയെല്ലാം ചെയ്യും. മാലിന്യം നീക്കം ചെയ്യുക, കുളം സംരക്ഷിക്കുക, സുരക്ഷാവേലി പുനഃസ്ഥാപിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉയർന്നിട്ടും നടപടികൾ വൈകുകയാണെന്നാണ് നാട്ടുകാരുടെ പരാതി. വലിയൊരു ദുരന്തം സംഭവിക്കുന്നതിന് മുൻപ് ബന്ധപ്പെട്ട അധികൃതർ അടിയന്തരമായി ഇടപെടണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. അമൃത ന്യൂസ്, കൊല്ലം. വിധിയിൽ തോറ്റു പിന്മാറാതെ ജീവിതത്തോട് പോരടിച്ച് ജീവിക്കുന്ന ഒരു യുവാവ്. ജന്മനാ ഉള്ള അസുഖങ്ങൾ മൂലം ഒന്ന് നിവർന്നു നിൽക്കാൻ പോലും കഴിയാത്ത ആലപ്പുഴ പാണവള്ളി സ്വദേശി അരവിന്ദ് തന്റെ കുടുംബത്തിന്റെ ഭാരം മുഴുവൻ ഇന്ന് സ്വന്തം ചുമലിൽ ഏറ്റുകയാണ്. വിധിയെ വെല്ലുവിളിച്ച് മുന്നോട്ടു പോകുന്ന അരവിന്ദിന്റെ ജീവിതത്തിലേക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകരുടെ ശ്രദ്ധ ക്ഷണിക്കുകയാണ്. ഇടുങ്ങിയ ഈ മുറിക്കുള്ളിൽ ജീവിതത്തിൻ്റെ വിശാല ലോകം സ്വപ്നം കാണുകയാണ് അരവിന്ദ്. ഒന്ന് നിവർന്നു നിൽക്കാൻ പോലും വിധി അവനെ അനുവദിച്ചില്ലെങ്കിലും വാർദ്ധക്യ സഹജമായ ആരോഗ്യ പ്രശ്നങ്ങളിൽ ബുദ്ധിമുട്ടുന്ന മാതാപിതാക്കൾ ഉൾപ്പെടുന്ന കുടുംബത്തിൻ്റെ ഭാരമെന്ന് ആ ചുമലുകളിലാണ്. ജന്മനാ ഉണ്ടായ അസുഖങ്ങൾ മൂലം നടക്കാനാകാത്ത അരവിന്ദിന് എഴുന്നേറ്റിരിക്കുവാനും പ്രാഥമിക കാര്യങ്ങൾ നിർവഹിക്കുവാനും മറ്റൊരാളുടെ കൈത്താങ്ങ് അനിവാര്യമാണ്. പ്രായം ചെന്ന അമ്മയാണ് പ്രധാന ആശ്രയം. വരുമാനമെന്ന പേരിൽ ഉറച്ച ഒരു ഉറവിടവുമില്ലാത്ത കുടുംബത്തിൻ്റെ അവസ്ഥ ദയനീയമാണ്. ചികിത്സാ ചെലവുകളും ദൈനംദിന ആവശ്യങ്ങളും നിറവേറ്റാൻ കുടുംബം ബുദ്ധിമുട്ടുമ്പോഴും വിധിയുടെ മുന്നിൽ തലകുനിക്കാതെ ആത്മവിശ്വാസം കൈവിടാതെയാണ് അരവിന്ദിൻ്റെ മുന്നേറ്റം. മരുന്നിൻ്റെ ആവശ്യങ്ങളൊക്കെ ഉണ്ട്. മറ്റേ ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ ട്രീറ്റ്മെൻറ്റാണ്. അപ്പോൾ അതൊക്കെ കൂടെ ആയിട്ട് ഒരു വരുമാന മാർഗ്ഗം ഇല്ലാത്തതുകൊണ്ടാണ് ഇതിനു വേണ്ടിയിട്ട് പ്രവർത്തിച്ചത്. 2-3 സുഹൃത്തുക്കളുടെ ഐഡിയ പ്രകാരമാണ് ചെയ്തത്. അപ്പോൾ അവരുടെ ഒരു പരിചയത്തിലുള്ളൊരു ഡീലറുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് സാധനം കടിച്ചു തരികയും അത് വിറ്റിട്ട് പൈസ കൊടുക്കുക, അങ്ങനെയാണ് തുടങ്ങിയത് ആദ്യം തന്നെ. അപ്പോൾ കുറേ ആൾക്കാരുടെ സപ്പോർട്ടിൻ്റെ മേലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോഴും. കുറച്ച് സുഹൃത്തുക്കളുടെ കരുതലിലാണ് വീട്ടിൽ നിന്ന് ചെറിയ രീതിയിൽ മുണ്ട് വിൽപ്പന ആരംഭിച്ചത്. വിവിധയിനം മുണ്ടുകൾ ആവശ്യക്കാരിലേക്ക് കൊറിയർ വഴി എത്തിക്കുന്നു. ഈ ചെറുകിട കച്ചവടമാണ് ഇന്ന് കുടുംബത്തിൻ്റെ ഏക ആശ്രയം. സുഹൃത്തുക്കളുടെ കരുതലിലാണ് ഇഴഞ്ഞു നീങ്ങി ഈ വ്യാപാരവും മുന്നോട്ട് പോകുന്നത്. കണ്ണുനീരിനും കഷ്ടപ്പാടുകൾക്കും നടുവിൽ ഒരു ചെറു പ്രതീക്ഷയുടെ വിളക്കായി ഈ കച്ചവടം മാറിയിരിക്കുന്നു. ഇത് മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ അതിനുള്ള ഒരു സപ്പോർട്ട് എല്ലാവരും കിട്ടണം. അതാണ് നമ്മുടെ ഒരു ആവശ്യം. പ്രായമായ അച്ഛനാണ്, പിന്നെ എനിക്ക് വയ്യാത്തതുകൊണ്ട് വേറെ ജോലിക്കൊന്നും പോകാൻ പറ്റാത്തതുകൊണ്ട് ഇതുകൊണ്ടാണ് ജീവിച്ചു പോകുന്നത്. അപ്പോൾ ഇത് മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ എല്ലാവരുടെയും ഒരു പിന്തുണ അത്യാവശ്യമാണ്. എല്ലാവരുടെയും സഹകരണങ്ങൾ അഭ്യർത്ഥിക്കുന്നു. വെല്ലുവിളികൾ പലത് നേരിടുമ്പോഴും ജീവിക്കണം, അമ്മയെ നോക്കണം എന്ന മനസ്സുറച്ച തീരുമാനമാണ് അരവിന്ദിൻ്റെ യാത്രയ്ക്ക് ഇന്ധനം. ഇനി വേണ്ടത് നന്മയുടെ കരുതലാണ്. തോറ്റുകൊടുക്കുവാൻ മനസ്സില്ലാതെ ജീവിതത്തോട് പോരടിക്കാൻ തീരുമാനിച്ച ഒരുവനെ ചേർത്ത് നിർത്തേണ്ടുന്ന സ്നേഹത്തിൻ്റെ കരുതൽ. തോറ്റുകൊടുക്കാൻ മനസ്സില്ലാതെ ജീവിതത്തോട് പൊരുതുന്ന അരവിന്ദിന് വേണ്ടത് ഇനി കരുണയുടെ ഒരു കൈത്താങ്ങാണ്. ആ കൈത്താങ് ഉണ്ടാകുമെന്ന പ്രതീക്ഷയോടെ ആലപ്പുഴയിൽ നിന്നും ആർ ആദർശനൊപ്പം അജയ് നാഥ്, അമൃത ന്യൂസ്. കൊച്ചി ബ്രഹ്മസ്ഥാന മഹോത്സവത്തിന് ഭക്തി നിർഭരമായ പരിസമാപ്തി. 10,000-ങ്ങളാണ് അമ്മയെ കണ്ട് അനുഗ്രഹം നേടാനായി ഇടപ്പള്ളി ബ്രഹ്മസ്ഥാനത്തേക്ക് എത്തിയത്. തന്നെ കാണാനായി എത്തിയ മുഴുവൻ ഭക്തർക്കും ദർശനവും അനുഗ്രഹവും നൽകി അമ്മ പുലർച്ചെയോടെയാണ് വേദിയിൽ നിന്ന് ഇറങ്ങിയത്. മംഗലാപുരം ബ്രഹ്മസ്ഥാനം മഹോത്സവത്തിനായി മെയ് 26-ന് അമൃതപുരിയിൽ നിന്നാണ് അമ്മ യാത്ര തുടങ്ങിയത്. തുടർന്ന് കോഴിക്കോട്, തൃശൂർ ബ്രഹ്മസ്ഥാനം മഹോത്സവങ്ങൾക്ക് ശേഷമാണ് കൊച്ചിയിലെത്തിയത്. 13 ദിവസം നീണ്ട പര്യടനത്തിന് ശേഷമാണ് അമ്മ കൊച്ചിയിൽ നിന്ന് മടങ്ങിയത്. സഞ്ചരിക്കുന്ന ആശ്രമമാണ് അമ്മയുടെ യാത്രയെന്നും അത് ഉത്സവമാണെന്നും മാതാ അമൃതാനന്ദമയി മഠം വൈസ് ചെയർമാൻ സ്വാമി അമൃതസ്വരൂപാനന്ദപുരി. ആഘോഷത്തിനപ്പുറം ആധ്യാത്മിക യാത്രയാണ് അമ്മയുടേതെന്നും അമ്മ എവിടെയാണെങ്കിലും അവിടം അമൃതപുരിയാകുമെന്നും സ്വാമിജി പറഞ്ഞു. ഓം അമൃതേശ്വരിയെ നമഃ. ദീർഘനാളിന് ശേഷമാണ് അമ്മ കേരള യാത്ര നടത്തുന്നത്. യാത്രകളെന്നും
ഒരു ആഘോഷമാണ്. കാരണം അമ്മയോടൊപ്പം ഒരു വലിയ സന്നാഹം എന്ന് ഞാൻ പറയുമ്പോൾ ഒരു 15ഓളം ബസ്സുകൾ, അതുപോലെ ഒരു 3-4 ട്രക്കുകൾ, കാറുകൾ, ഏതാണ്ട് ഒരു 600-700 പേരൊക്കെ ആണ് അമ്മയോടൊപ്പം അമ്മ എവിടെ പോയാലും യാത്ര ചെയ്യുന്നത്. ഇത് ഇവിടെ മാത്രമല്ല, കേരളത്തിൽ മാത്രമല്ല, അമ്മയുടെ ഭാരതയാത്ര, അതായത് അമൃതപുരി തുടങ്ങി കൽക്കട്ട വരെ ഉള്ള യാത്രകൾ ഇതുപോലെ നടത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ അമ്മ വിദേശ രാജ്യങ്ങളിലേക്ക് പോയാലും ഉള്ള യാത്രകൾ ഇങ്ങനെയൊക്കെ തന്നെയാണ്. അതായത് ഇപ്പോൾ അമേരിക്കയ്ക്ക് പോവുകയാണെങ്കിൽ അവിടെ ആദ്യമായി ഇപ്പോൾ സാൻ ഫ്രാൻസിസ്കോയിൽ ഇറങ്ങുന്നു, അല്ലെങ്കിൽ സിയാറ്റിലിൽ ഇറങ്ങുന്നു. ഏതെങ്കിലും ഒരു നഗരത്തിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നീട് അങ്ങോട്ടുള്ള ഏതാണ്ട് ഒരു 11-12 സിറ്റികൾ, നഗരങ്ങൾ ഇതുപോലെ തന്നെയാണ് യാത്ര ചെയ്യുന്നത്. അവിടെയും ഒരു 5-6 വലിയ ബസ്സുകളും ട്രക്കുകളും ഒക്കെ ഉണ്ടാവും. ഒരു 400-500 പേർ അമ്മയോടൊപ്പം യാത്ര ചെയ്യുന്നുണ്ടാവും. യൂറോപ്പിലാണെങ്കിലും ഇത് തന്നെയാണ്. അപ്പോൾ അമ്മ ലോകത്തിൽ എവിടെ പോയാലും അമ്മ യാത്ര ചെയ്യുന്നത് ഇതേ രീതിയിലാണ്. അതുകൊണ്ട് തന്നെ അതിനൊരുപാട് പ്രത്യേകതകളുമുണ്ട്. എൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഒരു സഞ്ചരിക്കുന്ന ആശ്രമം ആണ്, ഒരു മൊബൈൽ ആശ്രമം. ആശ്രമത്തിൽ എന്തെല്ലാം നമ്മൾ ചിട്ടകൾ നടത്തുന്നുണ്ടോ, എന്തെല്ലാം നിഷ്ഠകളുണ്ടോ, എന്തെല്ലാം ആചാരങ്ങളുണ്ടോ, അവയെല്ലാം ഈ യാത്രയിൽ ഞങ്ങൾ പരിപാലിച്ചു പോരുന്നു. അതായത് എവിടെയെങ്കിലും നിർത്തിയിട്ട് അമ്മ എല്ലാവർക്കും ആഹാരം വിളമ്പി കൊടുക്കുന്നു. അതിന് മുൻപായി ധ്യാനവും ജപവും ചോദ്യോത്തരവും ആധ്യാത്മിക സംഭാഷണങ്ങളും ഭജനയും ഒക്കെ ഉണ്ടാകും. അതെല്ലാം കഴിഞ്ഞാൽ ഈ ആഹാരം, അതിപ്പം ഉച്ചയ്ക്കാണെങ്കിൽ ഉച്ചഭക്ഷണം, വൈകുന്നേരമാണെങ്കിൽ അത്താഴം, അത് അമ്മ ഇത്രയും പേർക്ക് അമ്മ തന്നെ കൊടുക്കും. ചിലപ്പോൾ ആ പരിസരത്തുള്ള ഭക്തന്മാരും ഒക്കെ ആ സമയത്ത് അവിടെ വന്നു എന്നിരിക്കാം. അപ്പോൾ എല്ലാം കൂടെ ഈ യാത്ര ചെയ്യുന്നവരും നാട്ടുകാരും ഭക്തന്മാരും എല്ലാവരും കൂടെ ഒരു 10,200 പേർ ആ സമയത്തുണ്ടാകും. ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞതൊരു വലിയ ആഘോഷം ആണ് എന്ന്. ഇടപ്പള്ളി ബ്രഹ്മസ്ഥാന മഹോത്സവ വേദിയെ കൂടുതൽ ഭക്തിസാന്ദ്രമാക്കി അമൃത ടിവിയുടെ ഓംകാര ഭജൻസ്. ഗായകൻ MG ശ്രീകുമാർ, സംഗീത സംവിധായകൻ ശരത്, ഗായിക മഞ്ജരി എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു ഭജൻ നടന്നത്. അമൃത ടിവിയിലെ ജനപ്രിയ റിയാലിറ്റി ഷോ സൂപ്പർ സ്റ്റാർ ജൂനിയറിലെ മത്സരാർത്ഥികൾ സദ്ഗുരു ശ്രീ മാതാ അമൃതാനന്ദമയി ദേവിയുടെ അനുഗ്രഹത്തോടെ ആരംഭിച്ചതാണ് ഓംകാര ഭജൻസ്. ഇടപ്പള്ളി ബ്രഹ്മസ്ഥാന മഹോത്സവ വേദിയിൽ ഓംകാര സംഘം ആലപിച്ച ഓരോ ഭക്തിഗാനവും സ്വർഗീയ അനുഭവമാണ് സമ്മാനിച്ചത്. സൂപ്പർ സ്റ്റാറിൻ്റെ ജഡ്ജസ് MG ശ്രീകുമാർ, സംഗീത സംവിധായകൻ ശരത്, ഗായിക മഞ്ജരി എന്നിവരുടെ നേതൃത്വത്തിലാണ് ഗാനാർച്ചന നടന്നത്. സദ്ഗുരു ശ്രീ മാതാ അമൃതാനന്ദമയി ദേവിക്കായി തയ്യാറാക്കിയ ഗാനം MG ശ്രീകുമാർ അവതരിപ്പിച്ചു. വള്ളിക്കാവിൽ അമ്മയുടെ ആദ്യത്തെ ബർത്ത്ഡേ, അന്ന് ആദ്യം കൊണ്ടാടിയ ബർത്ത്ഡേക്ക് എൻ്റെ ഭജനയായിരുന്നു. അന്ന് ഞാൻ മാതാമൃതം എന്നൊരു കാസറ്റ്, അതായത് 9 പാട്ടുള്ള എൻ്റെ ഒരു ആൽബം ഞാൻ അന്ന് റിലീസ് ചെയ്തു. ഞാൻ പറയുന്നത് തുടക്കത്തിലാണ്. ഞാനൊരു പുതിയ പാട്ട്, ആശ്രിത വത്സലനായി അന്ന് തുടങ്ങുന്നൊരു പുതിയ പാട്ട് ഞാൻ അമ്മയ്ക്ക് വേണ്ടി സമർപ്പിച്ചു. ഒരുപാട് സന്തോഷം. എൻ്റെ അമൃതപുരേശ്വരി അമ്മ, അരികെ ഞാനില്ലയോ എപ്പോഴും, പിന്നെ പരിതാപമെന്തിനെന്ന് ചോദിക്കും. ചെറുചിരിയോടെ എന്നെ നോക്കി നിൽക്കും. ഓംകാര ഭജൻസിലെ ഓരോ കുട്ടികളുടെയും ഗാനാർച്ചന എല്ലാവരുടെയും മനസ്സ് നിറച്ചു. നേരം ഏറെ വൈകിട്ടും അമ്മയെ കാണാനും ഭജന കേൾക്കാനും ആളുകൾ ഒഴുകിയെത്തിയിരുന്നു.
ഗാനാർച്ചന തീരുവോളം ഭക്തർ പ്രാർത്ഥനകളോടെ ഓരോ ഗാനവും ആസ്വദിച്ചു. നമുക്കൊക്കെ പ്രശ്നങ്ങളുള്ള ആളുകളല്ലേ, നമുക്ക് അമ്മയൊന്ന് കാണുമ്പോൾ അമ്മയൊന്ന് ഹഗ് ചെയ്യുമ്പോൾ കിട്ടുന്നതെന്ന് പറഞ്ഞാൽ ഒരു ദൈവിക അനുഭൂതിയാണ്. പിന്നെ ഇവിടെ ഈ കുഞ്ഞുങ്ങൾ ഓംകാര ഭജൻസ് നമ്മുടെ പിള്ളേരല്ലേ, അപ്പോൾ അവരും എല്ലാം കിടക്കാച്ചയായിട്ട് പാടുന്നവരുമാണ്. ഒരുപാട് സന്തോഷം തോന്നി. അമ്മ കെട്ടിപ്പിടിക്കുമ്പം നമ്മളെല്ലാ വേദനകളും അങ്ങ് മറക്കുകയാണ്. നമ്മൾ വേറൊരു ലോകത്തെത്തും. അമ്മയുടെ മുന്നിൽ പാടാൻ സാധിച്ചത് അനുഗ്രഹമായി കാണുന്നു എന്ന് ഓംകാര ടീം അംഗങ്ങൾ പറഞ്ഞു. അമ്മനെ കണ്ടപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി. പിന്നെ അമ്മ പറഞ്ഞു നന്നായിട്ട് പാടി, പിന്നെ അമ്മയ്ക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. അത് കേൾക്കാൻ തന്നെ വളരെ ഭാഗ്യം ചെയ്തു എന്ന് തന്നെ പറയാം. അമൃതാനന്ദമയി മഠം ജനറൽ സെക്രട്ടറി സ്വാമി പൂർണ്ണ അമൃതാനന്ദപുരി ഓംകാര ഭജന അംഗങ്ങളെ ആദരിച്ചു. അമൃത ന്യൂസ്, കൊച്ചി. അമ്മയുടെ സന്നിധിയിൽ സംഗീതത്തിന്റെ മായാലോകം സൃഷ്ടിച്ച് അമൃതാനന്ദമയി മഠം വൈസ് ചെയർമാൻ സ്വാമി അമൃത സ്വരൂപാനന്ദപുരിയും പ്രശസ്ത പുല്ലാങ്കുഴൽ സംഗീതജ്ഞൻ രാജേഷ് ചേർത്തലയും ഇടപ്പള്ളി ബ്രഹ്മസ്ഥാന മഹോത്സവ വേദിയിലായിരുന്നു ഭക്തിനിർഭരമായ ഗാനവിസ്മയം. സദ്ഗുരു മാതാ അമൃതാനന്ദമയി ദേവിക്ക് മുൻപിൽ ഓടക്കുഴൽ വായിക്കാൻ അവസരം ലഭിച്ചത് ഭാഗ്യമായി കാണുന്നുവെന്ന് രാജേഷ് ചേർത്തല പറഞ്ഞു. ഇടപ്പള്ളി ബ്രഹ്മസ്ഥാന മഹോത്സവ വേദിയിൽ സദ്ഗുരു ശ്രീ മാതാ അമൃതാനന്ദമയി ദേവിയുടെ സാന്നിധ്യത്തിൽ നടന്ന ഭജന അങ്ങേയറ്റം ഭക്തി നിർഭരമായിരുന്നു. അമൃതാനന്ദമയി മഠം വൈസ് ചെയർമാൻ സ്വാമി അമൃത സ്വരൂപാനന്ദപുരിയുടെ ഗാനത്തിന് രാജേഷ് ചേർത്തല ഓടക്കുഴൽ വായിച്ചു. ഭക്തജനങ്ങൾ ആ നാദവിസ്മയത്തിൽ സ്വയം ലയിച്ചു. ഒരു ഗാനവും അറിഞ്ഞിട്ടല്ല വേദിയിൽ വന്നതെന്നും എന്നാൽ അമ്മയുടെ അനുഗ്രഹം കൊണ്ട് വളരെ നന്നായി വായിക്കാൻ സാധിച്ചു എന്നും രാജേഷ് ചേർത്തല പറഞ്ഞു. ഒത്തിരി സന്തോഷവും അനുഗ്രഹവുമാണ് ഇന്ന് അമ്മയോടൊപ്പം ഇവിടെ വരാൻ സാധിച്ചതിൽ. ഒട്ടും പ്രതീക്ഷിക്കാതെ തന്നെ വന്നത്. പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു അനുഭൂതിയാണ്. സ്വാമിയായിട്ടുള്ള ഭജന കോമ്പിനേഷൻ വേറെ വല്ലാത്തൊരു അനുഭൂതിയായിരുന്നു. കാരണം നമ്മൾ ഒരു പാട്ടും അറിഞ്ഞിട്ടില്ല ഇവിടെ വന്ന് തരുന്നത്. ആ ഒരു മൂഡിൽ ആ ഒരു ബ്ലെസ്സിങ്ങിൽ വായിക്കാൻ പറ്റിയതാണ്. അത് വല്ലാത്തൊരു അനുഭവമായിരുന്നു. അത് ഹൃദയം നിറഞ്ഞൊരു അനുഭവമായിരുന്നു. പ്രാർത്ഥനാപൂരിതമായൊരു അനുഭവമായിരുന്നു. 1 മണിക്കൂറോളമാണ് സംഗീതത്തിന്റെ മായാലോകം വേദിയിൽ തുടർന്നത്. ഭക്തജനങ്ങൾ എല്ലാവരും അതിൽ മുഴുകി പ്രാർത്ഥനയോടെ ഇരുന്നു. അമ്മയുടെ ദർശനത്തിന്റെ അനുഗ്രഹത്തിനൊപ്പം സംഗീതവും ആസ്വദിച്ചാണ് ഭക്തർ മടങ്ങിയത്. അമൃത ന്യൂസ്, കൊച്ചി. സദ്ഗുരു ശ്രീ മാതാ അമൃതാനന്ദമയി ദേവിയെ കാണാൻ എത്തുന്ന നടക്കാൻ പ്രയാസമുള്ള ഭക്തർക്ക് വീൽചെയർ സംവിധാനം ഒരുക്കി കൊച്ചി അമൃത ആശുപത്രി. പ്രായമായവർക്കും ശാരീരിക പ്രശ്നങ്ങൾ ഉള്ളവർക്കും വീൽചെയർ ലഭ്യമായിരുന്നു. അമ്മയുടെ ദർശനത്തിനായി നിരവധി പേരാണ് അവശതകൾ മറന്ന് ബ്രഹ്മസ്ഥാനത്തേക്ക് എത്തിയത്. നടക്കാൻ പ്രയാസമുള്ള ഭക്തജനങ്ങൾക്കും അനായാസേന അമ്മയ്ക്കരികിലേക്ക് എത്താൻ അമൃത ആശുപത്രി അവസരമൊരുക്കി. ബ്രഹ്മസ്ഥാന മഹോത്സവത്തിന്റെ പന്തൽ ആരംഭിക്കുന്നിടത്തു നിന്ന് തന്നെയായിരുന്നു വീൽചെയർ സംവിധാനം ഉണ്ടായിരുന്നത്. മഹോത്സവം നടക്കുന്ന എല്ലാ ദിവസവും നിരവധി പേരാണ് ഈ സൗകര്യം പ്രയോജനപ്പെടുത്തിയത്. പേഷ്യൻസിനെ മാക്സിമം അമ്മയിലേക്ക് ദർശനത്തിലേക്ക് എത്തിക്കുക. പിന്നെ വീൽചെയറിൻ്റെ സൗകര്യം ആവശ്യപ്പെടുന്ന ഒത്തിരി പേരുണ്ട്. അപ്പം മിനിമം ഒരു 5-8 വീൽ ചെയറുകൾ നമ്മൾ അമ്മയ്ക്ക് എത്തിക്കാറുണ്ട്. അപ്പം ഞങ്ങളിവിടെ ഒരു വീൽ ചെയർ കൊണ്ട് ഇവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ അതിനാവശ്യമുള്ള സൗകര്യങ്ങളും അതിനുള്ള സജ്ജീകരണങ്ങളും PMS സ്റ്റാഫ് എന്നുള്ള രീതിയിൽ എല്ലാം ഞങ്ങളെല്ലാവരും കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കുന്നുണ്ട്.
ഇവിടെ എല്ലാ സ്റ്റാഫും നല്ല ആക്റ്റീവായിട്ട് തന്നെയാണ് നിൽക്കുന്നത്. ആ പ്രായമായിട്ട് നടക്കാൻ വയ്യാതെ ഇരിക്കുന്ന ആൾക്കാരൊക്കെയാണ് കൂടുതലായിട്ട് വരുന്നത്. വീൽ ചെയർ വേദിയിലേക്ക് എത്തിക്കാൻ പ്രത്യേക വഴിയും ഒരുക്കിയിരുന്നു. അമ്മയുടെ ദർശനം കഴിഞ്ഞ് ഭക്തർ തിരിച്ച് വാഹനങ്ങളിൽ കയറുന്നതുവരെ ആശുപത്രി ജീവനക്കാർ അവർക്കൊപ്പം നിന്നു. അമൃത ന്യൂസ്, കൊച്ചി. മാസപ്പടി കേസിൽ വീണ വിജയനെതിരെ SFIO കണ്ടെത്തിയ തെളിവുകൾ ആവശ്യപ്പെട്ടുള്ള ED അപേക്ഷ കൊച്ചി PMLA കോടതി ഇന്ന് പരിഗണിക്കും. വീണയ്ക്കെതിരെ തെളിവ് ശേഖരിക്കുന്നതിന്റെ ഭാഗമായാണ് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് കസ്റ്റഡിയിലെടുത്ത രേഖകൾക്കായി കോടതിയെ ED സമീപിച്ചിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി KK പ്രശാന്ത് ചേരുകയാണ്. പ്രശാന്ത്, വീണയെ ചോദ്യം ചെയ്യും. ആ ചോദ്യം ചെയ്യലിന് മുന്നോടിയായി തെളിവുകളെല്ലാം ശേഖരിക്കേണ്ടതുണ്ട് EDക്ക്. അതിനുള്ള നീക്കങ്ങളിലേക്കാണെന്ന് തോന്നുന്നു ED കടന്നിരിക്കുന്നത്, അല്ലേ? അതാണ് SFIO കണ്ടെത്തിയ 134ഓളം തെളിവുകളുണ്ട്. അതൊക്കെ തങ്ങൾക്ക് വേണമെന്ന് പറഞ്ഞ് കസ്റ്റഡി അപേക്ഷ കൊടുത്തിരിക്കുന്നത്, അല്ലേ? മായ, ഗുഡ് മോർണിംഗ്. ഏതായാലും ഈ കേസിന്റെ ഏറ്റവും നിർണായക ഒരു ഘട്ടത്തിലേക്കാണ് അന്വേഷണ സംഘം കടന്നിരിക്കുന്നത്. കാരണം നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ തെളിവുകൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചിരുന്നു. പക്ഷെ ആ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മാത്രം വീണ വിജയനെ പോലൊരാളിലേക്കോ CMRലേക്കോ എത്താൻ കഴിയുമോ എന്നൊരു ആശങ്ക അന്വേഷണ സംഘത്തിനുണ്ട്. സ്വാഭാവികമായും ഏതെങ്കിലും ഘട്ടത്തിൽ അത് വലിയ തരത്തിൽ ചോദ്യം ചെയ്യപ്പെടാനുള്ള സാഹചര്യമുണ്ട്. മാത്രമല്ല പ്രതികൾ രക്ഷപ്പെടാനുള്ള ഒരു സാധ്യത കൂടി അന്വേഷണ സംഘം കാണുന്നുണ്ട്. അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് CPM ഈ വിഷയത്തെ രാഷ്ട്രീയമായാണ് പ്രതിരോധിക്കുന്നത്. ആ ഒരു ഘട്ടത്തിൽ കൃത്യമായ തെളിവുകളുമായി രംഗത്തിറങ്ങാൻ തന്നെയാണ് അന്വേഷണ സംഘം തീരുമാനിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ മുഴുവൻ തെളിവുകളും ശേഖരിക്കുക എന്നുള്ളതാണ്. അത് ED അന്വേഷണത്തിന്റെ ഭാഗമായി കിട്ടിയത് മാത്രമല്ല, SFIO അന്വേഷണത്തിന്റെ ഭാഗമായി അവർ ശേഖരിച്ച തെളിവുകളുണ്ട്. അത് വീണ വിജയനും എക്സാലോജിക്കും അതുപോലെ തന്നെ CMRലുമായി ഇടപെട്ട് നടത്തിയ കരാറുകളുണ്ട്. അതോടൊപ്പം തന്നെ ഇതിന്റെ ലോണുമായി ബന്ധപ്പെട്ട എടുത്തുള്ള നീക്കങ്ങളുണ്ട്. അതിന്റെ തിരിച്ചടവുണ്ട്, IT റിട്ടേൺസ് ഉണ്ട്. ഇങ്ങനെ നിരവധിയായ ഇടപാടുകളുണ്ട്. ഈ ഇടപാടുകളെ സംബന്ധിച്ചുള്ള മുഴുവൻ വിവരങ്ങളും ശേഖരിക്കുക എന്നുള്ളതാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇത്തരത്തിൽ തീരുമാനിച്ചിട്ടുള്ളത്. അതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഈ നീക്കം ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. പൂർണ്ണമായി വിവരങ്ങൾ 54 ഭാഗങ്ങളായുള്ള രേഖകളാണ് SFIO കോടതിയിൽ സമർപ്പിച്ചിട്ടുള്ളത്. 134ഓളം തെളിവുകളുണ്ട് എന്ന് തന്നെയാണ്, രേഖകളുണ്ടെന്ന് തന്നെയാണ് വ്യക്തമാക്കുന്നത്. ഈ തെളിവുകൾ പൂർണ്ണമായും ശേഖരിക്കുന്നതോടുകൂടി ഇപ്പോൾ എൻഫോഴ്സ്മെന്റിന്റെ കയ്യിലുള്ള തെളിവുകളും ഒന്നിച്ചിരുത്തി വിലയിരുത്തിയ ശേഷം തുടർ നടപടികളുമായി മുന്നോട്ട് പോകാനാണ് കഴിഞ്ഞ ദിവസം ചേർന്ന ഉന്നതതല യോഗത്തിൽ തീരുമാനിച്ചത്. ഇതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും CMRലും അതുപോലെ തന്നെ വീണക്കും എല്ലാം തന്നെ നോട്ടീസ് നൽകുന്ന നടപടിയിലേക്ക് കാര്യങ്ങൾ എത്തുക. നോട്ടീസ് നൽകി വിളിപ്പിക്കുമ്പോൾ സ്വാഭാവികമായി അടുത്ത നീക്കം ഉണ്ടാകേണ്ടത് ഈ പറയുന്ന കാര്യങ്ങളിൽ വ്യക്തതയില്ലെങ്കിൽ കടുത്ത നടപടികളിലേക്ക് അന്വേഷണ സംഘം പോകും. അങ്ങനെ പോകുമ്പോൾ രാഷ്ട്രീയമായി ഉയരുന്ന പ്രതിരോധത്തെ കൂടി ഇല്ലാതാക്കുക എന്നുള്ളതാണ് ഇത്തരമൊരു നിർണായക നീക്കത്തിന്റെ ഉദ്ദേശം. ഏതായാലും ഈ അപേക്ഷ ഇന്ന് കോടതി പരിഗണിക്കുന്നുണ്ട്. കോടതിയുടെ ഭാഗത്തുനിന്ന് അനുകൂല തീരുമാനമുണ്ടായാൽ അതിശക്തമായ നീക്കങ്ങൾ എൻഫോഴ്സ്മെന്റിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമായ. ശരി, പ്രശാന്താണ് വിവരങ്ങൾ നൽകിയത്. മാസപ്പടി കേസിൽ വീണ വിജയനെതിരെ SFIO കണ്ടെത്തിയ തെളിവുകൾ ആവശ്യപ്പെട്ടിട്ടുള്ള ED അപേക്ഷ കൊച്ചി PMLA കോടതി ഇന്ന് പരിഗണിക്കാൻ പോവുകയാണ്. ഇനി ബിസിനസ് വാർത്തകൾ നോക്കാം. ധനകാര്യ ഓഹരി വിദഗ്ധൻ K ദിലീപ് വിപണിയെ വിലയിരുത്തുന്നു. ദിലീപ് പറയുന്നതെന്നാണെന്ന് കേൾക്കാം. ഇന്നിവിടെ നഷ്ടത്തിലായിരിക്കും വ്യാപാരം തുടങ്ങുക. ആഗോള വിപണികളിൽ വെള്ളിയാഴ്ച നഷ്ടമായിരുന്നു. പ്രത്യേകിച്ചും US വിപണിയിൽ വലിയൊരു നഷ്ടത്തിലാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. ടെക്നോളജി ഓഹരികളിൽ ഉണ്ടായിട്ടുള്ള കനത്ത വിൽപ്പന US വിപണിയെ ആകെ നഷ്ടത്തിലേക്ക് നീക്കുകയായിരുന്നു. 9 ആഴ്ചയായി തുടർച്ചയായ നേട്ടത്തിനൊടുവിലാണ് ഇന്നലെ വെള്ളിയാഴ്ച അവിടെ നഷ്ടത്തിൽ വ്യാപാരം അവസാനിപ്പിച്ചത്. അതിൻ്റെ ഒരു സ്വാധീനം നമ്മുടെ വിപണിയിലുണ്ടാവും. US വിപണിയിൽ ഇക്കാലം അത്രയും ഉയർന്ന നിലവാരത്തിലേക്ക് നീങ്ങുമ്പോഴും നമ്മുടെ വിപണിയിൽ അതിൻ്റെ അനുകൂലമായ പ്രതികരണം ഉണ്ടായില്ലെങ്കിൽ കൂടിയും അവിടെ വിൽപ്പന ഉണ്ടാകുമ്പോൾ തീർച്ചയായും അത് വിപണിയെ സ്വാധീനിക്കുക തന്നെ ചെയ്യും. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകതയും. അതുകൊണ്ട് തന്നെ ഇന്ന് നഷ്ടത്തിൽ വ്യാപാരം തുടരാനാണ് സാധ്യത. ഒപ്പം തന്നെ വലിയ തോതിലുള്ള കയറ്റിറക്കങ്ങൾ പ്രതീക്ഷിക്കുകയും വേണം. ആഗോള സാഹചര്യങ്ങളിലും പശ്ചിമേഷ്യയുമായി ബന്ധപ്പെട്ട അസ്വസ്ഥതകൾ ഇപ്പോഴും നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ അതിൻ്റെ ഒരു സ്വാധീനവും വിപണിയിലുണ്ടാവും. സമാധാന കരാറിൽ ഇപ്പോഴും ഒരു തീരുമാനമാകാതെ നീങ്ങുന്നത് എണ്ണ വിലയിലുണ്ടാക്കിയേക്കാവുന്ന ഏറ്റക്കുറച്ചിലുകൾ. കഴിഞ്ഞ ദിവസം എണ്ണ വിലയിൽ ഇടിവുണ്ടായെങ്കിൽ കൂടിയും ഇന്ന് ക്രൂഡ് ഓയിൽ വിലയുടെ വ്യാപാരം തുടങ്ങിയത് തന്നെ $2 ഉയരത്തിലാണ്. അതിൻ്റെ ഒരു സ്വാധീനമാണ് നമ്മുടെ വിപണിയെ ബാധിക്കുന്നത്. അതിനിടെ കഴിഞ്ഞ ആഴ്ച പുറത്തു വന്ന റിസർവ് ബാങ്കിൻ്റെ പഠന അവലോകന യോഗത്തിൽ രാജ്യത്തിൻ്റെ വളർച്ചാ അനുമാനം കുറച്ചതും പണപ്പെരുപ്പ അനുമാനം കൂട്ടിയതും വിപണിയെ സ്വാധീനിച്ചേക്കാം. എങ്കിൽ കൂടിയും ചെറുകിട നിക്ഷേപകരും ആഭ്യന്തര നിക്ഷേപ സ്ഥാപനങ്ങളും അനുകൂലമായി ഇടപെടുന്ന ഒരു പരിധിവരെ വിപണിയെ ഈ ഒരു നിലവാരത്തിൽ പിടിച്ചു നിർത്തുന്നത് തന്നെ. കാരണം കഴിഞ്ഞ കുറച്ച് നാളുകളായി വിദേശ നിക്ഷേപ സ്ഥാപനങ്ങൾ വലിയ തോതിൽ വിപണിയിൽ വിൽപ്പന തുടരുക തന്നെയാണ്. ആ ഒരു ഘട്ടത്തിൽ
കൂടിയും ചെറുകിട ഓഹരികളിലും നന്നേ ചെറുകിട ഓഹരികളിലും എല്ലാം ഉണ്ടായിട്ടുള്ള ഒരു നിക്ഷേപ താല്പര്യം കാണിക്കുന്നത് വിപണിയുടെ അന്തർധാര ഇപ്പോഴും ശക്തമായി നിലനിൽക്കുന്നു എന്ന് തന്നെയാണ്. മുൻനിര ഓഹരികളെ ആയിട്ട് താരതമ്യം ചെയ്യുമ്പോൾ അത്തരം ഓഹരികളിൽ ഇപ്പോഴും ഒരു നിക്ഷേപ താല്പര്യം കാണുന്നുണ്ട്. അത് കമ്പനികളുടെ മികച്ച പ്രവർത്തന ഫലം ഉണ്ടാക്കിയിട്ട് ഒരു ആത്മവിശ്വാസമാണ്. അതുകൊണ്ട് തന്നെ ഓഹരി അധിഷ്ഠിതമായ നീക്കങ്ങളും രണ്ടാം നിര ചെറുകിട ഓഹരികളിലും ഒക്കെ ഉള്ള ഒരു നിക്ഷേപ താല്പര്യം തുടരുമെന്ന് തന്നെയാണ് കരുതുന്നത്. എന്തായാലും വലിയ തോതിൽ കയറ്റിറക്കാൻ വിപണി പ്രതീക്ഷിക്കണം. ഇന്ന് നഷ്ടത്തിൽ തന്നെയായിരിക്കും വ്യാപാരം തുടങ്ങുക. പ്രീമിയം സാരി ഡിസൈനർ മെറ്റീരിയൽ ബ്രാൻഡായ ടൂലൈൻ ഇനി ഓൺലൈനിലേക്ക്. ടൂലൈൻ്റെ ഔദ്യോഗിക ഇ-കൊമേഴ്സ് വെബ്സൈറ്റായ tuline.in ലോഞ്ചിങ്ങിനായി ഒരുങ്ങുന്നു. ഇന്ത്യൻ പാരമ്പര്യവും തെരഞ്ഞെടുത്ത തനത് ഡിസൈനുകളും കൂടുതൽ ഉപഭോക്താക്കളിലേക്ക് എത്തിക്കുന്നതിനുള്ള പുതിയ ഡിജിറ്റൽ ചുവടുവെപ്പാണ് ഇത്. 2017 ഇരിങ്ങാലക്കുടയിൽ ഒരു ഡിസൈനർ ബൊട്ടിക്കായാണ് ടൂലൈൻ പ്രവർത്തനം ആരംഭിച്ചത്. മികച്ച ഡിസൈനുകളും ഉയർന്ന നിലവാരവുമുള്ള മെറ്റീരിയലുകളും ശരിയായ വിലയിൽ ഉപഭോക്താക്കളിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ബ്രാൻഡ് വന്നത്. പിന്നീട് തൃശ്ശൂരിലും ഇരിങ്ങാലക്കുടയിലും സ്റ്റോറുകൾ ആരംഭിച്ച ടൂലൈൻ അടുത്ത ഘട്ടമായി കൊച്ചിയിലും ദുബൈയിലും പുതിയ ഔട്ട്ലെറ്റുകൾ ആരംഭിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. tuline.in വെബ്സൈറ്റിൻ്റെ ഔദ്യോഗിക ഉദ്ഘാടനം ടൂലൈൻ മാനേജിംഗ് ഡയറക്ടർ ഉമ അനിൽകുമാർ നിർവഹിച്ചു. ടൂലൈൻ്റെ ചെയർമാൻ അഡ്വക്കേറ്റ് KG അനിൽകുമാർ ചടങ്ങിൽ മുഖ്യാതിഥിയായി. ലോഞ്ചിനോട് അനുബന്ധിച്ച് ഗ്രാൻഡ് ഫാഷൻ ഷോയും വിനോദ പരിപാടികളും അരങ്ങേറി. തെന്നിന്ത്യൻ ചലച്ചിത്ര താരങ്ങളായ ദീപ്തി സതി, മാളവിക എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. ഇന്ത്യയിൽ ജനനനിരക്കിൽ വൻ ഇടിവ്. ചരിത്രത്തിലാദ്യമായി ആകെ ജനസംഖ്യ സ്ഥിരത നിലനിർത്താൻ ആവശ്യമായ പരിധിക്കും താഴെ എത്തിയതായാണ് റിപ്പോർട്ടുകൾ വരുന്നത്. 2024 സാമ്പിൾ രജിസ്ട്രേഷൻ സിസ്റ്റം അനുസരിച്ചുള്ള കണക്കാണ് ഇത്. ഇന്ത്യയിൽ ജനനിരക്ക് കുറയുന്നതിൽ സ്പേസ് എക്സ് CEO എലോൺ മസ്ക് ആശങ്ക രേഖപ്പെടുത്തി. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് കീഴിലുള്ള രജിസ്ട്രാർ ജനറൽ ആൻഡ് സെൻസസ് കമ്മീഷണറുടെ ഓഫീസാണ് സ്ഥിതിവിവരക്കണക്ക് തയ്യാറാക്കുന്നത്. കഴിഞ്ഞ വർഷം പുറത്തിറക്കിയ യുണൈറ്റഡ് നേഷൻ പോപ്പുലേഷൻ ഫണ്ടിലെ കണക്ക് പ്രകാരവും ഇന്ത്യയുടെ ആകെ ജനന നിരക്ക് 1.9 കുറഞ്ഞുവെന്ന് വ്യക്തമാക്കിയിരുന്നു. 2.1 ജനസംഖ്യാ സ്ഥിരത ഉറപ്പാക്കുന്ന നിരക്ക്. ഒരു തലമുറയിൽ നിന്ന് അടുത്ത തലമുറയിലേക്ക് ജനസംഖ്യ കൂടുകയോ കുറയുകയോ ചെയ്യാതെ കൃത്യമായി നിലനിർത്താൻ ഒരു സ്ത്രീക്കുണ്ടാകേണ്ട ശരാശരി കുട്ടികളുടെ എണ്ണത്തെയാണ് ഈ മാനദണ്ഡം കൊണ്ട് അർത്ഥമാക്കുന്നത്. അതിലാണ് ഇപ്പോൾ കുറവ് വന്നിരിക്കുന്നത്. ദീർഘകാലത്തേക്ക് ജനനനിരക്ക് ഈ പരിധിക്ക് താഴെ തുടർന്നാൽ ജനസംഖ്യാ വളർച്ചാ നിരക്ക് ക്രമേണ കുറയും. സംസ്ഥാനങ്ങളിലെ കണക്ക് നോക്കിയാൽ 3 മാത്രമാണ് ജനന നിരക്ക് ദേശീയ നിരക്കിന് മുകളിലുള്ളത്. ഏറ്റവും ഉയർന്ന നിരക്ക് ബീഹാറിലാണ് 2.9. ഉത്തർപ്രദേശ്, മധ്യപ്രദേശ്, രാജസ്ഥാൻ എന്നിവയാണ് തൊട്ടുപിന്നിൽ. ഏറ്റവും കുറഞ്ഞ ജനന നിരക്ക് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഡൽഹിയിലാണ് 1.2. തമിഴ്നാട്, കേരളം, പശ്ചിമ ബംഗാൾ എന്നിവിടങ്ങളിൽ 1.3 ജനന നിരക്ക്. ജനന നിരക്ക് വീണ്ടും 2.1 ഉയർന്നില്ലെങ്കിൽ ഭാവിയിൽ ജനസംഖ്യയിൽ കുറവുണ്ടാകും. മെച്ചപ്പെട്ട വിദ്യാഭ്യാസം, നഗരവൽക്കരണം, സ്ത്രീകൾക്കുള്ള തൊഴിൽ പങ്കാളിത്തം, വരുമാനത്തിലെ വർധനവ് എന്നിവ ഉൾപ്പെടെയുള്ള സാമൂഹ്യ സാമ്പത്തിക പ്രവണതകൾ മാറിക്കൊണ്ടിരിക്കുന്നതാണ് ജനസംഖ്യാ നിരക്കിലും പ്രതിഫലിക്കുന്നത്. കുറഞ്ഞ ഫെർട്ടിലിറ്റി നിരവധി നേട്ടങ്ങൾ കൊണ്ടുവരുമെങ്കിലും രാജ്യത്തെ സംബന്ധിച്ച് നിരവധി പുതിയ വെല്ലുവിളികളും ഉയർത്തുന്നുണ്ട്. കുറച്ചു കുട്ടികൾ ജനിക്കുകയും ആയുർദൈർഘ്യം മെച്ചപ്പെടുകയും ചെയ്യുമ്പോൾ ജനസംഖ്യയിൽ മുതിർന്ന പൗരന്മാരുടെ പങ്ക് വർദ്ധിക്കും. ഇത് ആരോഗ്യ സംരക്ഷണം, പെൻഷനുകൾ, വയോജന പരിചരണ സേവനങ്ങൾ എന്നിവയ്ക്കുള്ള ചെലവ് വർദ്ധിപ്പിക്കുന്നതിലേക്ക് നയിച്ചേക്കാം. ഇന്ത്യയിലെ ജനന നിരക്ക് കുറയുന്നതിൽ സ്പേസ് എക്സ് CEO എലോൺ മസ്ക് ആശങ്ക രേഖപ്പെടുത്തിയിട്ടുണ്ട്. ലോകത്തിൽ ഏറ്റവും ഉയർന്ന ജനസംഖ്യയുള്ള ചൈനയിലും ഇന്ത്യയിലും ജനസംഖ്യാപരമായ മാറ്റം വ്യക്തമാക്കുന്ന ഗ്രാഫ് പങ്കുവച്ചുകൊണ്ടായിരുന്നു മസ്കിന്റെ പ്രതികരണം. ആഗോള ജനസംഖ്യ കുറയുന്നത് സമ്പദ് വ്യവസ്ഥയെയും സാങ്കേതിക പുരോഗതിയെയും ദോഷകരമായി ബാധിക്കുമെന്നാണ് മസ്ക് ചൂണ്ടിക്കാട്ടുന്നത്. ന്യൂസ് ഡെസ്ക്, അമൃത ന്യൂസ്. ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസ് പുരുഷ സിംഗിൾസിൽ കന്നി ഗ്രാൻഡ് സ്ലാമിൽ മുത്തമിട്ട് ജർമ്മൻ താരം അലക്സാണ്ടർ സ്വരേവ്. ഫൈനലിൽ ഇറ്റലിയുടെ ഫ്ലാവിയോ കൊബോളിയെ 5 സെറ്റുകൾക്ക് പരാജയപ്പെടുത്തിയാണ് ലോക 3-ാം നമ്പർ താരം ചരിത്ര നേട്ടം കൈവരിച്ചിരിക്കുന്നത്. ബോറിസ് ബെക്കറിന് ശേഷം ഗ്രാൻഡ് സ്ലാം നേടുന്ന ജർമ്മൻ പുരുഷ താരമാണ് 29-കാരനായ സ്വരേവ്. 6 വർഷത്തെ കാത്തിരിപ്പിനും 3 ഫൈനൽ തോൽവികൾക്കും 7 സെമി ഫൈനൽ തിരിച്ചടികൾക്കും ശേഷമാണ് സ്വരേവിൻ്റെ ഈ കന്നി കിരീടം. 4 മണിക്കൂറും 19 മിനിറ്റും നീണ്ടുനിന്ന പോരാട്ടത്തിനൊടുവിൽ നിർണായകമായ 5-ാം സെറ്റ് സ്വന്തമാക്കി സ്വരേവ് കിരീടം ഉറപ്പാക്കുകയായിരുന്നു.
ഗുഡ് മോർണിംഗ് കേരളം പൂർണ്ണമാവുകയാണ്. കൂടുതൽ വാർത്തകളുണ്ട്. വാർത്തകളൊക്കെ കാണാം. ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. നമസ്കാരം.